ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഈ മൂന്നാമത്തെ രാത്രിയിൽ നമ്മൾ വീണ്ടും വചന ചിന്തയിലേക്ക് കടക്കുകയാണ്. ആമുഖങ്ങളൊന്നുമില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് 4 അധ്യായങ്ങൾ വേഗം നമ്മൾ അവസാനിപ്പിക്കും, മലാക്കി തീർക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം കാര്യത്തിലേക്ക് കടക്കാം. ആമുഖങ്ങളില്ല, സൂചനകളില്ല, കഥകളില്ല, ഉപകഥകളില്ല, ഒന്നുമില്ല, വർണ്ണനകളില്ല, വിവരണങ്ങളില്ല, ഒന്നുമില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മലാക്കിയുടെ പുസ്തകം 55 വാക്യങ്ങളാണ് ഇതിനുള്ളത്. അതിലെ 47 വാക്യങ്ങളും ദൈവം സംസാരിക്കുന്നതാണ്. മലാക്കിയുടെ പ്രവചനത്തിലെ 55 വാക്യങ്ങളിൽ 47 വാക്യങ്ങളും ദൈവം സംസാരിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡയറക്റ്റ് സ്പീച്ചാണ് ഈ പ്രവചനം. മിക്കവാറും എല്ലാം തന്നെ ദൈവത്തിന്റെ നേരിട്ടുള്ള അരുളപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവമായി എടുക്കേണ്ട ഗ്രന്ഥമാണ്. മലാഖി എന്ന വാക്കിന്റെ അർത്ഥം ഊഹിച്ചു പറയാവോ? മലാഖി, മലാഖ, മെസ്സഞ്ചർ എന്നാണ്. മലാഖി എന്ന വാക്കിന്റെ അർത്ഥം സന്ദേശവാഹകൻ എന്നാണ്. അതുകൊണ്ട് ഇതൊരു വ്യക്തിയാണ്, വ്യക്തിയാവണം. വ്യക്തി എന്നതിനേക്കാൾ അദ്ദേഹം ഒരു സന്ദേശം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു വ്യക്തി എഴുതുന്നതിനേക്കാൾ ദൈവം ഒരു സന്ദേശവാഹകനെ ഗബ്രിയേലിനെ അയക്കുന്നത് പോലെ അങ്ങനെയും ഇതിനെ വായിച്ചെടുക്കുന്ന ആളുകളുണ്ട്. ഇനി ഇതിനകത്ത് 12 സന്ദർഭങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചില സൂചനകൾ പറയുന്നത്. 12 സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ എങ്ങനെയാണ് ബലിപീഠം മലിനമാക്കിയത്? നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് എന്നെ ബഹുമാനിക്കാത്തത്? ഇങ്ങനെ ദൈവം ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ടാണ് കർത്താവിൻ്റെ അരുളപ്പാടുകൾ പറയുന്നത്. അല്ലെങ്കിൽ ദൈവജനത്തോട് പ്രവാചകൻ വന്ന് ഈ അരുളപ്പാട് പറയുമ്പോൾ അവരുടെ റെസ്പോൺസും എഴുതിയിട്ടുണ്ട്. ദൈവജനത്തോട് പ്രവാചകൻ വന്ന് ഈ അരുളപ്പാട് പറയുമ്പോൾ അവരെന്താണ് പ്രതികരിച്ചത് അതും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജനത്തിന്റെ റെസ്പോൺസ്, ജനത്തിന്റെ ചോദ്യങ്ങൾ, സന്ദേഹങ്ങൾ, ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങൾ എല്ലാം ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. 12 സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ മലാഖിയിൽ കണ്ടെത്താൻ പറ്റും. ഇനി ഇതിന്റെ അവസാനത്തെ വാചകം അത് ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വാചകമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ ഇതിന്റെ പൊതുവായിട്ട് മലാഖിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മലാഖി വായിക്കുമ്പോൾ മനസ്സിലാവാൻ ഒരു 3-4 സൂചനകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ, മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വരെ ജനത്തിന് നേരെയുള്ള, ദൈവജനത്തിന് നേരെയുള്ള ദൈവത്തിന്റെ കുറ്റപ്പെടുത്തലുകളാണ്. അക്യൂസേഷൻസ് റേസ്ഡ് ലെവൽഡ് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ബൈ ഗോഡ്. ദൈവം ജനത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ. ഇതൊക്കെ എഴുതി വെക്ക്. അപ്പോ ജനത്തിന് 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വരെ ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ആരോപണങ്ങൾ രണ്ട് ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 2 പാർട്ടായിട്ടാണ് അതിനെ ദൈവം പറയുന്നത്. ഒന്നാമത്തേത് പുരോഹിതന്മാർക്കെതിരെയുള്ള ആരോപണം, രണ്ടാമത്തേത് ജനത്തിനെതിരെയുള്ള ആരോപണം. ഒന്നാമത്തേത് പ്രീസ്റ്റിനെതിരെയുള്ളത്, രണ്ടാമത്തേത് ലേറ്റിക്കെതിരെയുള്ളത്. ഒന്നാമത്തേത് അച്ഛന്മാർക്കെതിരെ, രണ്ടാമത്തേത് സിസ്റ്റേഴ്സിനല്ല, അൽമായർക്കെതിരെ. അച്ഛന്മാരുടെ കൂട്ടത്തിൽ സിസ്റ്റേഴ്സും പെടും. അപ്പൊ ഒന്നാമത്തേത് സമർപ്പിതർക്കെതിരെ, രണ്ടാമത്തേത് കുടുംബജീവിതക്കാർക്കെതിരെ ഉള്ള ആരോപണമാണ് ഈ മലാഖി 3:15 വരെയുള്ള പ്രതിപാദന വിഷയം. ഇനി അച്ഛന്മാർക്കെതിരെയുള്ള ആരോപണം, ആദ്യ ഭാഗം, അതാണ് നമ്മൾ 6-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വില കുറഞ്ഞ ബലികൾ, വില കൊടുക്കാത്ത ബലികൾ. രണ്ടാമത്തേത്
കേൾവിക്കാർക്ക് ഇമ്പം നൽകുന്ന പ്രസംഗങ്ങൾ. 2 ആരോപണങ്ങളാണ് അച്ഛന്മാർക്കെതിരെ. ഒന്നാമത്തേത് എന്താണ്? വില കൊടുക്കാത്ത ബലികൾ. രണ്ടാമത്തേത് കേൾവിക്കാരെ പ്രസാദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്മാർക്കെതിരെയുള്ള ആരോപണം 2ആണ്. ദൈവജനത്തിന് സന്തോഷമായി കാണും അല്ലേ? എന്താണ്? ഒന്ന്, വില കൊടുക്കാത്ത ബലികൾ, വില കുറഞ്ഞ ബലികൾ, മലിനമായ ബലികൾ, ബഹുമാനമില്ലാത്ത ബലികൾ, ആദരവില്ലാത്ത ബലികൾ. അച്ഛന്മാർക്കെതിരെയുള്ള ആദ്യത്തെ ആരോപണം. രണ്ടാമത്തേത് ജനത്തെ പ്രസാദിപ്പിക്കുന്ന, ജനത്തെ സന്തോഷിപ്പിക്കുന്ന, പോക്കറ്റിൽ കാശ് വീഴുന്ന പ്രഭാഷണങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കാര്യം അതാണ്. 6-ാമത്തെ വാക്യം, വിലയില്ലാത്ത ബലികൾ. നമുക്ക് പെട്ടെന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 7-ാമത്തെ വാക്യം അതിന് തൊട്ട് മുമ്പ്, എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. 7-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നാമത്തെ നിന്ദിച്ചത്? എങ്ങനെയാണ് ദൈവത്തിന്റെ നാമത്തെ നിന്ദിച്ചത്? മലിനമായ ബലിയർപ്പണം നടത്തി. മലിനമായ ഭക്ഷണം. ബെസ്റ്റായിരുന്നു ഓഫർ ചെയ്യേണ്ടിയിരുന്നത്, വേസ്റ്റ് ആണ് ഇപ്പോൾ ഓഫർ ചെയ്തത്. ഏറ്റവും നല്ലതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, ഏറ്റവും മോശമായതാണ് ഇപ്പോൾ കൊടുത്തത്. അതാണ് ആരോപണം. അടുത്ത വാക്യം, എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് വായിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തെ നിസാരമെന്ന് നിങ്ങൾ കരുതി. അത് അവിടെ നിൽക്കണം. കർത്താവിന്റെ ബലിപീഠത്തെ നിസാരമെന്ന് നിങ്ങൾ കരുതി. നിസാരമെന്ന് കരുതി. കർത്താവിന്റെ ബലിപീഠത്തെ നിസാരമെന്ന് കരുതി. നിങ്ങൾക്ക് എന്തോ ഒരു ആരോപണമാണത്. എന്തുമാത്രം ഗൗരവതരമായ ഗുരുതരമായ ഒരു ആരോപണമാണത്. കർത്താവിന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസാരമായിട്ട് കരുതി എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഇതിനേക്കാൾ ബഹുമാനം നിങ്ങൾ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ബഹുമാനം നിങ്ങളുടെ മൊബൈൽ ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ബഹുമാനം നിങ്ങളുടെ ഉപകരണങ്ങൾക്ക്, വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്, വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്, വീടിന് കൊടുത്തിട്ടുണ്ട്. ഹഗ്ഗായി പറയും, നിങ്ങൾ മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം തകർന്നു കിടന്നത് നിങ്ങൾ കണ്ടില്ല. ഹഗ്ഗായിലെ ദൈവത്തിന്റെ ആരോപണം അതാണ്. ഹഗ്ഗായിലൂടെ നിങ്ങളെ മറ്റിട്ട ഭവനങ്ങളിൽ വസിച്ചപ്പോ ദൈവത്തിന്റെ ആലയം തകർന്നു കിടന്നത് നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസാരമായിട്ട് കരുതി. മലാഖിയിലൂടെ നിസാരമായിട്ട് കരുതി എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ദൈവവുമായി ബന്ധപ്പെട്ടത്, കർത്താവിന് കൊടുക്കുന്നത്, ദൈവവുമായി റിലേറ്റഡായ കാര്യങ്ങളിൽ നമ്മൾ എന്തുമാത്രം ബഹുമാനം, ആദരവ് കാണിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ദൈവം ചോദിക്കുന്നത്. പറയാവോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇവിടെ പറയാണ്, എൻ്റെ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങൾ നിങ്ങോട്ട് നോക്കിയാൽ മതി, എന്നെ നോക്കിയാൽ മതി. 4 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ നാമത്തെ നിന്ദിച്ചു. എൻ്റെ നാമത്തെ നിന്ദിച്ചു. നിങ്ങൾ എൻ്റെ നാമത്തെ നിന്ദിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെ? അപ്പൊ പറയും, ബലിപീഠത്തെ നിസാരമാണെന്ന് കരുതി. അപ്പൊ നാമത്തെ നിന്ദിച്ചു. എങ്ങനെ? ബലിപീഠത്തെ നിസാരമായിട്ട് കരുതിയപ്പോ എൻ്റെ നാമത്തെയാണ് നിന്ദിച്ചത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ പറയും, അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പറയും, മലിനമായ ഭക്ഷണം ബലിയർപ്പിച്ചു, മലിനമായത് ബലിയർപ്പിച്ചു. പിന്നെ പറയും, നിസാരമാണെന്ന് കരുതി. അപ്പോ ദൈവജനം ദൈവവുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിസാരമായിട്ട് കരുതി. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്താണ്? ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്താണ്? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ നേച്ചർ എന്താണ്? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആരാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ആരാണ് നീ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. പാദ്രെ പിയോ എന്ന് പറയുന്ന പുണ്യവാനോട് പരസ്യമായിട്ട് കുർബാന അർപ്പിക്കണ്ടെന്ന് മേലധികാരികൾ നിർദ്ദേശം കൊടുത്തു. റോമിൽ നിന്നൊരു വിലക്ക് വന്നു. അന്നത്തെ ഏറ്റവും വലിയ പുണ്യവാനാണ്. ശരീരത്തിൽ പഞ്ചക്ഷതം, ഒരേ സമയത്ത് പല സ്ഥലത്ത് വെളിപ്പെടാനുള്ള മൾട്ടി ലൊക്കേഷൻ സിദ്ധി, നടന്നു പോകുമ്പോൾ സുഗന്ധാഭിഷേകം, അസാധാരണമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള സവിശേഷമായ വിശുദ്ധരിൽ വിളങ്ങി നിന്ന സിദ്ധി, അനേക രാജ്യങ്ങളിൽ, അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും വിമാനം കയറി പരിശുദ്ധ കുർബാനയിൽ അദ്ദേഹത്തിന്റെ കുർബാനയിൽ പങ്കെടുക്കാനും കുംഭസാരത്തിൽ കുംഭസാര കൂദാശ സ്വീകരിക്കാനും ആളുകൾ എത്തി. വലിയ തിക്കിത്തിരക്ക്, വലിയ ജനക്കൂട്ടം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹാവിശുദ്ധനെന്ന് ലോകം പേര് ചാർത്തിക്കൊടുത്ത ഈ മഹത് ജന്മത്തെ മേലധികാരികൾ പറഞ്ഞു, കുറച്ചു നാളത്തേക്ക് പരസ്യമായിട്ട് കുർബാന അർപ്പിക്കണ്ടെന്ന് പറഞ്ഞു.
പരസ്യമായിട്ട് ഇനി കുമ്പസാരക്കൂട്ടിലിരിക്കണ്ട എന്ന് പറഞ്ഞൊരു വിലക്ക് കൊടുത്തു. ആ വിലക്ക് വന്ന കത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കവിളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉരുണ്ട് കവിളിലൂടെ വന്ന് ഈ പേപ്പറിനകത്ത് വീണ് അതിലെ അക്ഷരങ്ങൾ കണ്ണീര് പടർന്ന് മായുമ്പോ ഈ മനുഷ്യൻ ആ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കി കുറെ നേരം വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും, ആരാധിക്കാൻ വിലക്കുണ്ടോ? പ്രസംഗിക്കാനല്ലേ വിലക്കുള്ളൂ? കുർബാന അർപ്പിക്കാനല്ലേ വിലക്കുള്ളൂ? കുമ്പസാരിപ്പിക്കാനല്ലേ വിലക്കുള്ളൂ? ആളുകളെ കാണാനല്ലേ വിലക്കുള്ളൂ? ആരാധിക്കാൻ വിലക്കുണ്ടോ? ആരാധിക്കാൻ പ്രൊഹിബിഷൻ ഉണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആമേൻ, ഐ ഒബേ, ഐ ഒബേ. തിരുസഭയുടെ യശസ് വാനോളം ഉയർന്ന ഒരു നേരമാണത്. തിരുസഭയുടെ തല ഇങ്ങനെ നേരെ ഉയർന്നു നിന്നൊരു സമയമാണത്. അനുസരണക്കേടിന്റെ നിലപാട് തറകളിലല്ല, മറിച്ച് അനുസരണത്തിന്റെ മൗനത്തിലേക്കും നിശബ്ദതയിലേക്കുമാണ് സഭ വിളിക്കപ്പെടുന്നത്. അപ്പൊ ഈ സഭയുടെ ഈ ശിരസ് ഉയരുന്ന നേരമാണിത്. സഭയുടെ ശിരസ് ഉയരുന്ന നേരം. അപ്പൊ അയാൾ പറയാണ്, അദ്ദേഹം പറയാണ്, വിശുദ്ധം പറയാണ്, ഐ ഒബേ. അതായത് ഈ പ്രയാസമുള്ളൊരു കാര്യം അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദിക്കുന്ന ചോദ്യം. നന്നായി ശ്രദ്ധിക്കണം. അതായത് ഈ പ്രയാസമുള്ളൊരു കാര്യം അനുസരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആരാധകരാണ്. ഈ ആരാധകന് അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ല. അത് ഹെബ്രായർ 11 പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. താൻ വിളിക്കപ്പെട്ടത് എവിടേക്കാണെന്ന് നിശ്ചയമില്ലാതിരിക്കെ, പോകേണ്ടത് എവിടേക്കാണെന്ന് നിശ്ചയമില്ലാതിരിക്കെ വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു. ആരാധകൻ അനുസരണമുണ്ട്, വിശ്വാസമുള്ളവൻ അനുസരണമുണ്ട്. അപ്പോ വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? വാട്ട് ഈസ് യുവർ നേച്ചർ? സ്പെസിഫിക്കായി നിന്നെ വ്യത്യാസപ്പെടുത്തുന്ന ക്രിസ്തീയതയുടെ അടയാളം എന്താണ്? പറയൂ. നമ്മൾ ആറാടുകയാണ്? അല്ല, ആരാധകരാണ്. നമ്മൾ ആരാണ്? ആരാധകർ. നമ്മൾ ആരാധകരാണ്. അവർക്ക് പറഞ്ഞു, നമ്മൾ ആരാധകർ. അപ്പൊ ഇത് ഓർത്തോണം, എപ്പോഴും ഓർത്തോണം. പള്ളി വരുന്നത് എന്തിനാ? അടികൂടാനല്ല. എന്തിനാ? ആരാധിക്കാൻ. സഭയിൽ ഒരുമിച്ച് വരുന്നത് ആരാധിക്കാൻ. കർത്താവിനെ തേടുന്നത് ആരാധിക്കാൻ. നമുക്കൊരു ലക്ഷ്യമുള്ളൂ, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ജീവിതത്തിന്റെ ആരാധന ദൈവത്തിന് മാത്രം. ഞാൻ ആരാധകനാണ്. അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ആരാധകനായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാവുന്ന ആദ്യത്തെ കാര്യമാണ് പരാതി. ആരാധകനായാൽ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം ഇല്ലാതാവുന്ന സാധനമാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം പോകും. കാരണം അയാൾക്ക് പരാതി പറയാനൊന്നുമില്ല. അയാൾ ദൈവത്തെ എല്ലാ കാര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനെ കുറിച്ച് അയാൾക്ക് ദൈവത്തെ ആരാധിക്കാനേ ഉള്ളൂ. എന്ത് വന്നാലും അത് ദൈവത്തിന്റെ മഹത്വം, അത് ദൈവനിശ്ചയം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ തീരുമാനം. അത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആരാധകന് പരാതിയൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആരാധകരായാൽ ഒരു കാര്യം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. ജനത്തെ ദൈവം മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പറവയോട് പറഞ്ഞു, കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു. അപ്പൊ പറവ പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞു. വിടില്ല. അപ്പൊ മോശയിലൂടെ ദൈവം 10 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒടുവിലത്തെ അത്ഭുതം, ഈജിപ്തിലെ ആദിജാതന്മാരെല്ലാം സംഹരിക്കപ്പെട്ടു. അങ്ങനെ ആ ജനത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒത്തിരി തവണ പറവോയോട് മോശ എന്ന് സംസാരിക്കുന്ന വാചകങ്ങളിൽ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല അതിലേക്ക്, ആ മോശ ചെന്ന് സംസാരിക്കുകയാണ്, ജനത്തെ വിട്ടയക്കണം. അപ്പോൾ മോശ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. അതായത് അടിമത്തത്തിൽ നിന്ന് ഒരു ജനത്തെ ദൈവം വിടുവെക്കുന്നത് ആരാധകരാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ബന്ധനങ്ങൾ അഴിക്കുന്നത് ആരാധകരാക്കാൻ വേണ്ടിയിട്ടാണ്.
ദൈവം ചങ്ങല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ആരാധകരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മരുഭൂമിയിലേക്ക് പറയാണ് മോശ, ദൈവത്തിന്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. എനിക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അതായത് ആരാധകരാക്കാൻ ഒരു ജനത്തെ കൊണ്ടുപോകുമ്പോൾ ആ ജനത്തിന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. നിങ്ങൾ ആരാധകരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. എനിക്ക് മനസ്സിലായത് അതാണ്. നിങ്ങൾ ആരാധകരാണെങ്കിൽ ഒരു വർഷിപ്പറിന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. ഭക്തന് വേണ്ടി പോകുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഒരാരാധകന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. എന്തും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മലാഖി നമ്മളെ വിളിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് നമുക്ക് ഐഡന്റിറ്റി ഒന്നേ ഉള്ളൂ. നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ ആരാധകരാണ്. എന്തിലും ഏതിലും ദൈവത്തെ ആരാധിക്കാൻ നമ്മളൊരു വകുപ്പ് കണ്ടെത്തണം. അതിപ്പോ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതെന്റെ ദൈവാരാധനയാണ്. ദുഃഖമാണെങ്കിലും ആനന്ദമാണെങ്കിലും അതെന്റെ ദൈവാരാധനയാണ്. എന്തു ചെയ്താലും അത് ആരാധനയാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതെനിക്ക് ആരാധന, വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കത് ആരാധന എന്ന് പറഞ്ഞ എല്ലാറ്റിലും ദൈവമഹത്വം അന്വേഷിച്ചാൽ, എല്ലാറ്റിലും ദൈവത്തിന്റെ മഹത്വം മാത്രം കണ്ടാൽ, വേറൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ എല്ലാം ആരാധനയായിട്ട് മാറും. മനസ്സിലായോ? ഒരു ചൂലെടുത്ത് മുറ്റം തൂത്താൽ അത് ദൈവാരാധനയായിട്ട് മാറും. പാത്രം കഴുകിയാൽ അത് ദൈവാരാധനയായിട്ട് മാറും. ഏതാണ്? എല്ലാറ്റിലും ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ, എല്ലാറ്റിലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്നൊക്കെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഓടിപ്പോവാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഈ ആരാധനയിലെ അപാകതകള് ദൈവജനത്തിന്റെ ഐഡന്റിറ്റിയെ നശിപ്പിച്ച് കളയും. അതായത് നമുക്ക് വേണ്ടി, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാണ്, നമുക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യില്ല. ദൈവം ഇങ്ങനെ കൈകെട്ടി മാറി നിൽക്കും. ദൈവം ദൈവത്തിൻ്റെതാണോ എന്ന് നമുക്ക് സംശയം തോന്നില്ല. ദൈവം നമ്മളെ കൈവിട്ട് കളയുന്നത് പോലെ തോന്നും ആരാധകരല്ലെങ്കിൽ. അതായത് എവിടെ ദൈവജനം സ്വന്തം മഹത്വം അന്വേഷിക്കുന്നോ അവിടെ ദൈവം വിട്ടുമാറും. അത് ഉറപ്പാണ്. അതായത് സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന, ഇപ്പൊ ഞാൻ ഈ സുവിശേഷ വേല കൊണ്ട് എന്റെ മഹത്വമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടെ കർത്താവ് വരില്ല. കർത്താവ് ഇവിടെ 7 അയലത്ത് പോലും വരില്ല. ദൈവത്തിന്റെ പ്രസൻസ് 7 അയലത്ത് പോലും വരുത്തില്ല. ഇത് കാരണം എന്താ അറിയോ? അത് പറയുന്നുണ്ട്, താഴോട്ട് വരുമ്പോൾ അതിന്റെ കാരണം പറയുന്നുണ്ട്. എനിക്കൊരിക്കലും ദൈവം അത് മനസ്സിലാക്കി തന്നെ ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഈ രാജാവിനെ വിളിച്ചിട്ട്, മൂവാറ്റുപുഴ ഭരിക്കുന്നത് ഒരു രാജാവാണെങ്കിൽ ആ രാജാവിനെ വിളിച്ചിട്ട് നമ്മൾ പറയാണ് കൺവെൻഷന് വരണം രാജാവേ. അപ്പൊ രാജാവ് പറഞ്ഞു, കൺവെൻഷൻ ആണോ? ഞാൻ വരാം എന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അങ്ങനെ രാജാവ് പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികളുമായിട്ട് അനുചരന്മാരും അംഗരക്ഷകരും എല്ലാം ആയിട്ട് ഇത് മഹാരഥത്തിൽ രാജാവ് എഴുന്നള്ളിയിരിക്കുക. രാജാവ് വന്നു എന്നൊന്നും പറയാൻ പാടില്ല. രാജാവ് എന്ത് ചെയ്തു? എഴുന്നള്ളി എന്നേ പറയാൻ പറ്റും. നമ്മളൊക്കെ ഡാനിയലച്ചൻ വന്നെന്നൊക്കെ പറയാം. രാജാവ് എഴുന്നള്ളുകയാണ് അല്ലേ? പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സാറിനോട് പറഞ്ഞു, സാറേ പോവാൻ ഞങ്ങളുടെ ഒരു സാറേ വാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, വാന്നോ? വരൂ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലോക്കൽ ഭാഷ പറയാൻ പാടില്ല. അപ്പൊ രാജാവ് എഴുന്നള്ളി ഇവിടെ വന്നിരുന്നപ്പോ ഞാൻ പറയാണ്, രാജാവേ വന്നാലും നിലത്തേക്ക് ആസനസ്ഥനായാലും, ഇവിടെ സിസ്റ്റർമാരെല്ലാം അല്ലെ, ഇന്നലെ ഉൾപ്പെട്ട സിസ്റ്റർ വരെ കസേര ഇരിക്കുകയാണ്. രാജാവിനോട് ഞാൻ പറയാണ്, രാജാവേ വന്നാലും ഈ നിലത്ത് അങ്ങ് ആസനസ്ഥനായാലും. രാജാവിനോട് ഇരിക്കൂ എന്ന് പറയാൻ പാടില്ല, ആസനസ്ഥനായാലും എന്നേ പറയാവൂ കേട്ടോ. നിങ്ങൾക്ക് മണ്ടത്തരൊന്നും പറ്റരുത്. രാജാവിൻ്റെ അടുത്ത് എന്ന് രാജാവേ പ്ലീസ് സിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തല പോവും. രാജാവ്. കർത്താവ് പറയാണ്, ഇതാണ് ഇന്ന് പലയിടങ്ങളിലും നമ്മുടെ ദൈവജനത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യുക. രാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് രാജാവിന് വേണ്ട ഒരു പരിവേഷം കൊടുക്കുന്നില്ല. രാജാവിനെ വിളിച്ച് ഇവിടെ ഇരുത്തിയിട്ട് രാജാവിനെ ഇവിടെ നിലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഡാനിയലച്ചന്റെ പുണ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് രാജാവിന് ഇൻസൾട്ടാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. രാജാവിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിലത്ത് കൊണ്ടുവന്നിരുത്തി. അതും പോരാഞ്ഞിട്ട് രാജാവിനെ കുറിച്ച് ഒരക്ഷരം ആരും പറയുന്നില്ല. രാജാവിനെ കുറിച്ച് ഒരാളും മിണ്ടുന്നില്ല. എല്ലാവരും അവനവന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇൻസൾട്ടാണ്. അങ്ങനെയൊക്കെ വിളിച്ചിരുത്തി അപമാനിക്കുന്ന ഒരു സ്ഥലത്ത് രാജാവ് വരുത്തില്ലെന്ന് മാത്രമല്ല, അത് ആ കൺവെൻഷൻ തകർക്കുന്ന ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുക്കും.
ആ സഭയെ തകർക്കുന്ന ഉത്തരവാദിത്തം രാജാവ് ഏറ്റെടുക്കും. ആ പ്രാർത്ഥനാ കൂട്ടായ്മയെ തകർക്കുന്ന ഉത്തരവാദിത്തം രാജാവ് ഏറ്റെടുക്കും. സിസ്റ്റേഴ്സിന് വിഷമാവാതിരിക്കാൻ ആ കോൺഗ്രിഗേഷനെ തകർക്കുന്ന ഉത്തരവാദിത്തം രാജാവ് ഏറ്റെടുക്കും. ഇതൊക്കെ അറിഞ്ഞും കണ്ടും വേണം പെരുമാറിക്കോളാം. ഇതൊക്കെ ആരുടെ പരിപാടിയാന്ന് ഓർത്തോണം. ഇതൊന്നും നമ്മുടെ പേരും നമ്മുടെ പ്രശസ്തിയും വർദ്ധിപ്പിക്കാനുള്ള ഏർപ്പാടുകളല്ല. ഇതെല്ലാം രാജാവിന്റെ വിഷയമാണ്. അതിനകത്ത് കയറി കൈയിടരുത്. രാജാവിന്റെ മഹത്വം കൈയിട്ട് വാങ്ങരുത്, വാരരുത്. രാജാവിന് കൊടുക്കേണ്ടത് കൊടുത്തോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് മുടന്തുള്ളതിനെയും കാഴ്ചയില്ലാത്തതിനെയും അർപ്പിച്ചാൽ നിങ്ങളുടെ ഭരണാധികാരിക്ക് സന്തോഷമാകുമോ? ചോദിക്കാണ് ദൈവം മലാക്കിയിൽ. വായിക്ക് 8-ാമത്തെ വാക്യം. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് എൻ്റെ പൊന്നുമക്കളെ ഹൃദയത്തിൽ ഇത് എഴുതണം. അതായത് ഞാൻ ഒരു ദൈവകാര്യത്തിലാണ് ഏർപ്പെടുന്നതെങ്കിൽ 100-ൽ 100 കൊടുക്കണം. 100-ൽ 100, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. 100-ൽ 100 ഒരു ദൈവകാര്യത്തിനാണ്. അതിന് 100-ൽ 100. അല്ലാതെ മുടന്തുള്ളതിനെയും കാഴ്ചയില്ലാത്തതിനെയും ഈ രോഗം ബാധിച്ചതിനെയും ദൈവത്തിന് കൊടുക്കണം. അടുത്ത വാക്യം. സൈന്യങ്ങൾ, അതെല്ലാം അച്ഛന്മാർക്കെതിരെയുള്ളതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ചകൾ അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. മഹത്വം ദൈവത്തിന് കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇപ്പൊ ഞാനാണ് കുർബാന അർപ്പിക്കുന്നതെങ്കിൽ എനിക്ക് കുർബാന ആരംഭിച്ച് തീരുന്നത് വരെ അവിടെ ഞാനില്ല. പിന്നെ മനസ്സിലായോ? എൻ്റെ മൈക്കിന് വോളിയം ഉണ്ടോ, എനിക്ക് കാറ്റ് കിട്ടിയോ, ഇനി ഞാൻ വേർക്കുകയാണോ, ഇനി എൻ്റെ പാട്ടിന് ട്യൂണുണ്ടോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ നിങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ രാജാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഓർക്കണം. ഇത് എപ്പോഴും ഓർക്കണം. ഇത് നമ്മൾ മറന്നുപോകും. നമ്മൾ പതുക്കെ നമ്മൾ ദൈവമായിട്ട് മാറും. പതുക്കെ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈശോ പറയുന്നുണ്ട്, ജനത്തെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട്, നിയമാവർത്തന പുസ്തകം 6-ലാണ് പറയുന്നത്, എടുക്കണ്ട. അതായത് നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ വെക്കാത്ത വീടുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും എല്ലാം നിങ്ങളുടെ സ്വന്തമായി കഴിയുമ്പോൾ എന്റെ കരബലം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ നേടിയതെന്ന് നീ പറയരുത്. ഞാൻ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി, ഞാൻ കഷ്ടപ്പെട്ട് പിള്ളേരെ വലുതാക്കി, ഞാൻ കാനഡയിൽ പോയി അതുണ്ടാക്കി, ഞാൻ ഇവിടെ ഹിമാലയ പർവ്വതം പണിതു, ഞാൻ അപ്പുറത്ത് അത് ചെയ്തു പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു എഴുത്തും ഒരിടത്ത് എഴുതി വെക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം ദൈവമാണ് ചെയ്തതെന്ന് അംഗീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. എല്ലാം നമ്മളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. അങ്ങനെ മഹത്വം കൊടുക്കുന്ന ഒരു 10 പേരൊരു ദേശത്തുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവം ഇറങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ ദൈവത്തിന് മാത്രമേ മഹത്വമുള്ളൂ, വേറെ ആർക്കും മഹത്വമില്ല. ദൈവത്തിന് മാത്രമേ മഹത്വമുള്ളൂ. അങ്ങനെ ഒരു 5 എണ്ണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ 6-ാമനായി ഒരു ദൈവം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്തടത്ത് ദൈവം വരില്ല. മനസ്സിലായില്ലേ? അത് ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ ശരിക്കും പിടികിട്ടണത് എന്തെന്നറിയാമോ? അതായത് 1-ാമത്തെ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അത് ദൈവം നിന്നയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഞാൻ ഈ സീറ്റിട്ടു, ഒരു 5 സീറ്റിട്ടു, രാജാവിനെ വിളിച്ചിട്ട് ഞാൻ ഏറ്റവും വലിയ സീറ്റ് മന്ത്രിക്ക് കൊടുത്തിട്ട് അതിനേക്കാൾ കുറഞ്ഞ 2-ാമത്തെ സീറ്റ് രാജാവിന് കൊടുത്തു. പക്ഷെ അത് രാജനിന്ദയാണ്. സെക്കൻഡ് പൊസിഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് രാജനിന്ദയാണ്. അത് കിങ്ങിനെ ഇൻസൾട്ട് ചെയ്തതാണ്.
ഒന്നുകിൽ ആദ്യത്തെ സ്ഥാനം, അല്ലെങ്കിൽ രാജനിന്ദ. നിങ്ങൾക്ക് ഇത് പിടിയിട്ടുന്നുണ്ടോ? ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അത് മുഴുവൻ അതിൽ മുഴുവൻ ദൈവനിന്ദയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഈ വലിയ വലിയ പള്ളിയാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കർത്താവുണ്ടാണ് അതിനകത്ത്. നമ്മൾ കർത്താവിന്റെ സ്വന്തം ആളുകളാണെന്ന്, ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം കൂടെ ഉണ്ടാവണം. ദൈവം കൂടെ ഉണ്ടാവണമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു സ്ഥലത്തും ദൈവം വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായില്ലേ? നമ്മൾ മനുഷ്യരെ പോലും പോകത്തില്ലല്ലോ, പിന്നല്ലേ ദൈവം? നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നൊരു സ്ഥലത്ത് നിങ്ങൾ പോവോ? ഇല്ലില്ല. അവര് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി വിളിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പോവില്ല സിസ്റ്ററെ. കൊച്ചു സിസ്റ്റർ പോലും പോകത്തില്ല, അല്ലേ? പോകത്തില്ല. മനസ്സിലായി? സീനിയർ സിസ്റ്റർ പോകത്തില്ലെന്ന് പോട്ട് കൊച്ചു സിസ്റ്റർ പോലും പോകത്തില്ല. കാരണം എന്താണ്? അയ്യോ ഇല്ല മദറെ ഞാൻ പോകത്തില്ല, കാരണം അത് നമ്മളെ വിളിച്ച് നാണം കെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന സിസ്റ്ററെ, നമ്മുടെ സമൂഹത്തിന് മുഴുവൻ നാണക്കേടാ സിസ്റ്ററെ എന്ന് പറഞ്ഞ് നമ്മൾ മാറും. അങ്ങനെയാണെങ്കിൽ സർവ്വം സൃഷ്ടിച്ച ദൈവം അപമാനിക്കാൻ വിളിക്കുന്ന ഒരു സ്ഥലത്ത് വരുവോ? വരില്ല കേട്ടോ. എനിക്ക് ഭയമുണ്ട്. നമ്മുടെ പലയിടങ്ങളിലും ദൈവം ഉണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ദൈവം ഉണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ എഴുതിയൊക്കെ വെച്ചിരിക്കുകയാണ്. ദൈവം ഒന്നും ഉണ്ടാവില്ല. കാരണം ദൈവം ഒന്നാം സ്ഥാനം കൊടുക്കുന്നിടത്തേ വരൂ. പറഞ്ഞ പറയാമോ ഹല്ലേലൂയ? വായിക്കാം 9-ാമത്തെ വാക്യം. കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചായിരുന്നെങ്കിൽ, അതായത് വെറുതെ ഈ മെഴുകുതിരിയും തൂക്കറ്റിയും കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചെന്ന് പൂട്ടിയിട്ട് കർത്താവ് പറയാണ് അതെനിക്ക് വേണ്ടാന്ന്. നിങ്ങളെ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ, ഹലോ ആരെങ്കിലും ആ ഡോറൊന്ന് അടയ്ക്കാൻ ആര് പറയാ? കാരണം ഇത് ഒരുത്തനെ അകത്തോട്ട് എന്തിനാ വെറുതെ ഇത് കാണിക്കുന്നതെന്ന്. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന്, നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കില്ല. മഹത്വം കൊടുക്കാത്ത ഒരാള് കൊടുക്കുന്ന ഒരു കാഴ്ചയും ദൈവം സ്വീകരിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജനമേ ഞാൻ പറയുകയാണ്, ഒരു കാര്യത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പട്ടിണി കിടന്നു, ഞാൻ ഉറക്കമില്ലാതെ കിടന്ന് അലഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിന്റെ അവസാനം അടുത്തു, അങ്ങനെ പറയുന്നവന്റെ സന്തോഷമായോ? അങ്ങനെ പേരാൽ പറയരുത്. എങ്ങനെ? ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ മലമറിച്ചു, നിങ്ങൾ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടുണ്ടോ, എൻ്റെ പ്രയാസം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ഞാൻ എന്തോരം മേലാൽ പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അത്യുന്നതനായി ദൈവം ചെയ്തതിന്റെ ക്രെഡിറ്റ് കൈയിട്ട് വാരാൻ ആരും പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. രാജാവാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാവ് പട്ടാളക്കാരൻ എന്നിട്ട് പറയാണ് ഞാനാണ് ഭരിക്കുന്നത്. അവന്റെ തല വെട്ടി. വായിക്കാം. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കില്ല, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 11-ാമത്തെ വാക്യം. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകൾ എന്ന് പറഞ്ഞാൽ വിജാതീയര്. കർത്താവ് പറയാണ്, നോക്കിയേ ഇവിടെയാണ്, ദിസ് ഈസ് വെരി ഷോക്കിംഗ്. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിജാതീയര്, എന്നെ അറിഞ്ഞിട്ടില്ലാത്തവര്, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ജനതകളുടെ ഇടയിൽ എന്റെ നാമം മഹത്വപൂർണമാണ്. എങ്ങനാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനൊരു വചനമുണ്ട് ഇവിടെ. അത് കർത്താവ് പറയാണ്, നിങ്ങൾ യഹൂദന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജാതീയര് സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. വായിക്കാം. എന്തെന്നാൽ ജനതകൾ എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 12-ാമത്തെ വാക്യം. കർത്താവിന്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ സമർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ചേർന്നു എന്ന് പറഞ്ഞാൽ പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തു, ഞങ്ങൾ പള്ളിയിൽ പോയി മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ നേരെ ചേറുകയാണ്. കർത്താവ് പറയാണ്. മനസ്സിലായി? നമ്മുടെ എല്ലാ സ്വഭാവവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോ ഞങ്ങൾ മടുത്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വളരെ ഗംഭീരമായ മറ്റു ചില സ്വഭാവങ്ങളും പറയുന്നുണ്ട്. ഞങ്ങൾ മടുത്തു, ഞങ്ങൾ പള്ളി വന്ന് മടുത്തു, ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തു, ഞങ്ങൾ കൊന്തയൊല്ലി മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുകയാണ്. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ച അർപ്പിച്ചിട്ട്
നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണം. നിങ്ങൾ ചീറിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചീറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ മലിനമായത് എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. വാക്യം 14 ഉറക്കെ വായിക്കുക. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. അതായത് നേർച്ച നേർന്നു, 2 ആടുണ്ടായിരുന്നു, നേർച്ച നേർന്നു. കാരണം ഇതിനെ ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനല്ല പിന്നെ മറ്റേതിന് ഒരു തുമ്മലും ഒരു ചീറ്റലും ഒരു പനി ഒരു തലവേദന ഈ ആടിന്. അപ്പൊ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഇതിനെ ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പന്നലിനെയും വൃത്തികെട്ടതിനെയും മോശമായതിനെയും കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഉറക്കെ വായിച്ചേ. ഞാൻ ഉന്നതനായ രാജാവാണ്. രാജാവാണ്. കർത്താവ് പറയാണ്, ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. അല്ലേ? കർത്താവേ മമ രാജാവേ, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. കർത്താവ് മഹത്വപൂർണനായ ദൈവം. ആ രാജാവിന്റെ കീഴിൽ നമുക്ക് ജീവിച്ചാൽ മതി. അവനേക്കാൾ വലിയ രാജാവായിട്ട് നമ്മൾ മാറരുത്. അവൻ ഉന്നതനായ രാജാവാണ്. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. വിലയില്ലാത്ത ബലി, മലിനമായ ബലി, ഒരുക്കമില്ലാത്ത ബലി, ചെലവില്ലാത്ത ബലി, താല്പര്യമില്ലാത്ത ബലി, അശുദ്ധമായ ബലി, ഒരുക്കമില്ലാത്ത ബലി, ഇതെല്ലാം മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. നേരമില്ല. ഇപ്പൊ അത് ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിന് എന്ത് കൊടുത്താലും അതിൽ 100ൽ 100 കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതിനകത്ത് ഒരു അസൗകര്യം വിചാരിക്കരുത്. അത് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ. കാരണം ഇത് എന്റെ കർത്താവിൻ്റെ അടുത്ത് ഞാൻ പോവല്ലേ, അല്ലേ? ഇങ്ങനെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് നമ്മൾ അതായത് ഇങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? സൺഡേ ബെസ്റ്റ് കേട്ടിട്ടുണ്ടോ? സൺഡേ ബെസ്റ്റ് അങ്ങനെ ഒരു പ്രയോഗം പോലും ഉണ്ട് ഇംഗ്ലീഷിൽ. സൺഡേ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന സമയത്ത് ബെസ്റ്റാണ് ഇടുന്നത്, ബെസ്റ്റ്. അപ്പൊ ആ ബെസ്റ്റാണ് നമ്മുടെ ഈ നല്ല വെള്ളയൊക്കെ ഇട്ട് ബൈബിളൊക്കെ പിടിച്ച് കുർബാന പുസ്തകമൊക്കെ പിടിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകണം. ദേവാലയത്തിൽ നേരത്തെ ചെല്ലണം. കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് കൊണ്ടുപോകണം. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കണം. കുർബാന പുസ്തകത്തിലെ പാട്ടുകളുടെ അർത്ഥം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അറിയത്തില്ലെങ്കിൽ ആരോടെങ്കിലും അറിയാവുന്നവരോട് പോയി ചോദിക്കണം. എന്നിട്ട് അറിയുന്നതിനെ ആരാധിക്കണം, അറിയണം. അപ്പൊ അതിനെല്ലാം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ, എല്ലാ കാര്യത്തിലും. മനസ്സിലായോ? ഞാന് കേമത്തരമൊന്നും പറയല്ല, ഒരു സന്തോഷം പറയാണ്. അതായത് ഞാൻ എൻ്റെ പള്ളിയിലെ ഇടവകയിൽ ആളുകളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ വർത്താനം ഒന്നുമില്ല. നിങ്ങൾക്ക് വർത്താനം പറയാം എവിടാ? പള്ളിയുടെ വെളിയിൽ. അത് അവിടുത്തെ ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും വലിയ പ്രായമുള്ള വല്യപ്പൻ വരെ അതനുസരിക്കും. കാരണം ഇത് നമ്മുടെ കർത്താവിന് ബലിയർപ്പിച്ച ആലയമാണ്. ഇവിടെ തമാശകളി ഒന്നുമില്ല. മനസ്സിലായി? ഇവിടെ പാലാപ്പള്ളി പുതുപ്പള്ളി ഒന്നുമില്ല. ഇത് കർത്താവിന്റെ ആലയമാണ്. ഇത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. മനസ്സിലായോ? അല്ലാതെ കർട്ടൻ ഇട്ടിട്ട് നാളെ അവിടെ ഡാൻസ് മേളം നടത്തരുത്. ഇത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. കസേര ഇട്ടിട്ട് കാലുമേ കാല് കയറ്റി വെച്ചിട്ട് ചാരി കിടന്ന് അവിടെ ഇരുന്ന് ഫോൺ വിളിക്കരുത്. ഇത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. അതിന് അതിൻ്റെതായ, അത് മാത്രമല്ല, എല്ലാം വൃത്തിക്കിടണം. ഇതൊക്കെ വികാരിച്ചന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ജോലിയായിട്ട് നിങ്ങൾ കാണരുത്. ഇതെല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. പള്ളിപ്പറമ്പ് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് കിടക്കരുത്, കാട് കയറി കിടക്കരുത്. ഇതൊക്കെ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ പള്ളിക്ക് നിങ്ങൾ കൊടുക്കാത്തൊരു വില നിങ്ങളുടെ അയൽവക്കത്തുള്ള അന്യജാതിക്കാരൻ കൊടുക്കത്തില്ല. നിങ്ങളുടെ പള്ളിക്ക് നിങ്ങൾ കൊടുക്കാത്തൊരു വില അക്രൈസ്തവനായ ഒരു സഹോദരൻ കൊടുക്കത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് നിങ്ങളുടെ പള്ളിയുടെ വില. നിങ്ങൾ അവിടെ കയറി മേഞ്ഞ് നടന്നിട്ട് നിങ്ങൾ പറയാണ് ദേവാലയാണ്. ആര് പറയും ദേവാലയമാണെന്ന്? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിലെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവിടെ കർത്താവ് ഉണ്ടാവും. അവിടെ കയറിയാൽ അഭിഷേകം ഉണ്ടാവും. അവിടെ കാലുകുത്തിയ കൃപയുണ്ടാവും. ദൈവത്തിന്റെ ഇടപെടല്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തേടി ധ്യാനകേന്ദ്രങ്ങൾ നിരങ്ങി നടക്കണ്ട. നിരങ്ങി എന്ന മോശപ്പെട്ട വാക്കിന് മാപ്പ് ചോദിക്കുന്നു. അതായത് നിരങ്ങി നടക്കണ്ട. മനസ്സിലായോ? ധ്യാനകേന്ദ്രങ്ങൾ തേടി സ്വന്തം ഇടവപ്പള്ളിയിൽ കർത്താവ് ഇറങ്ങി വന്ന് തൊടും. ഒരു ചെറിയ കാര്യത്തെ പോലും അശ്രദ്ധ വരരുത്, അശുദ്ധമാവരുത്. അത് ദൈവാരാധനയാണ്.
അവിടെ അങ്ങനെ അത് ദൈവത്തെ ആരാധിക്കുന്ന ശ്രദ്ധ വേണം. അതല്ല അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, അൽമായര്, ഭാരവാഹികൾ, കണക്കെഴുതാനും രസീത് കുറ്റി പിന്നെ എഴുതാനും പിന്നെ അത് കീറിക്കൊടുക്കാനും അല്ല കമ്മിറ്റിക്കാര്. നിങ്ങൾ ഈ ആരാധന നടക്കാൻ ഉറപ്പുവരുത്തണം. അതിനെല്ലാ സാഹചര്യങ്ങളും നന്നായി ചെയ്യണം. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. മനസ്സിലായോ? അല്ലാതെ ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കരിപുരണ്ട തുണി പോലാവരുത് പള്ളിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ രാജാവാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ രാജാവാണ്. ഞാൻ ഒരിക്കല് നിങ്ങളോട് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവാൻ ഞാൻ ഒരു കാര്യം പറയാം. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഞാൻ ഒരിക്കൽ കുന്നന്താനത്തെ പരിപാലന ഭവനിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു ദിവസം ചെന്നപ്പോൾ, ആ വഴി ചെന്നപ്പോൾ എനിക്ക് ഇത്തിരി ഭക്ഷണം തരുമെന്ന് അവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛന് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഞാൻ ആ ഭക്ഷണം കൊണ്ടുവന്ന സിസ്റ്ററിനെ ഇങ്ങനെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു പാവം സിസ്റ്ററാണ്. ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, ഈ പാത്രത്തിലാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചു. അപ്പൊ സിസ്റ്റർ വളരെ വിഷമിച്ചു. അച്ഛാ, നല്ല പാത്രമാണ്. ഞാൻ പറഞ്ഞു, സിസ്റ്ററിനോട് ആരും ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ റോയൽ ഫാമിലിയിലുള്ള ആളാണ്, ഞങ്ങൾ ഈ പന്ന പാത്രത്തിലൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് ഞാൻ ഈ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണം തെണ്ടി കയറി ചെന്നാണ്, നോക്കിയാണ് അഹങ്കാരം. അപ്പോൾ ഞാൻ ഈ മൂടി വെച്ചിരിക്കുന്ന ഭക്ഷണം തുറന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു. സിസ്റ്റർ വല്ലാതെ വിഷമിച്ചു, വീണ്ടും വിഷമിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ ഇത് നല്ല ഫ്രഷായിട്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്ററിനോട് ആരും ഒന്നും പറഞ്ഞില്ലേ? എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ ആരും? അപ്പോൾ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പൻ രാജാവ് വീട്ടിലുണ്ട്, ഇപ്പോൾ ആസ്മയൊക്കെയായിട്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങൾ ഇതിങ്ങനെയുള്ള സാധനം കഴിക്കില്ല. സിസ്റ്റർ രാജാക്കന്മാരുടെ മൃഷ്ടാന്ന ഭോജനങ്ങളെ കുറിച്ച് സിസ്റ്റർ വായിച്ചിട്ടില്ലേ? യോ പാവം സിസ്റ്റർ. അപ്പൊ ആ ഒരു സാധു സിസ്റ്ററാണ്. അല്ലെങ്കിൽ വല്ല ചൂടുവെള്ളം കോരി തന്നെ ഒഴിച്ച് വിട്ടാനെ, നല്ല സിസ്റ്റർ വല്ല ആയിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ പിന്നെ അവസാനം ആ സിസ്റ്ററിന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് സിസ്റ്ററെ, മണ്ടി സിസ്റ്ററെ, ഞാൻ പറ്റിച്ചാണ്. ഇന്നലെ സിസ്റ്റർ അടുക്കളയിൽ നിന്ന് മറ്റേ സിസ്റ്ററിനോട് പോയി പറഞ്ഞു, ഇത് രാജകുടുംബത്തിൽപ്പെട്ടാണ്, ഇതിലൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. മറ്റേ സിസ്റ്റർ ഇങ്ങനെ എത്തിയൊക്കെ പറഞ്ഞു, ശരിയാന്ന് തോന്നുന്നു, രാജകുടുംബത്തിൽപ്പെട്ട. അതായത് രാജാവിന് കൊടുക്കുമ്പോ അത് ഞാൻ ഒരിക്കലും എന്റെ ഹോബിയാണിത്, പറ്റിക്കല്. ഒരു പയ്യൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ കൊണ്ടുപോയി. അവൻ ആദ്യമായിട്ട് വരികയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അവനെന്നെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ, ഞാനും അവനും കൂടെ, അവൻ്റെ ഒരാൾ വയ്യാതെ കിടക്കാണ് വീട്ടിൽ, പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ ആ സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വണ്ടി ഇറങ്ങിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കുറച്ച് കുന്ന് കയറി അങ്ങോട്ട് നടന്ന് പോകണമെന്ന് പറഞ്ഞു, ആ മലയിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നടക്കാനോ? പല്ലക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പല്ലക്കോ? ഞാൻ പറഞ്ഞു, ഞാൻ റോയൽ ഫാമിലിയാണ്, ഞങ്ങൾ നടക്കില്ല, ഞങ്ങൾ വേർക്കാൻ പാടില്ല. അവാന്തിച്ച് നിൽക്കുകയാണ്. അപ്പൊ രാജാവ് എന്ത് ചെയ്യണം? രാജാവിന് ഈ നിസ്സാര കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇത് തമാശ പറഞ്ഞാണേ, നീ നാളെ വാട്സപ്പിൽ വരരുത്. അതായത് ഞാൻ രാജകുടുംബമൊന്നുമല്ല, നിങ്ങളൊരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. വായിക്കാം, വായിച്ചേ. ഞാൻ ഉന്നതനായ, ഉറക്കെ വായിക്കരുത്, അതൊക്കെ ഇങ്ങനെ വായിക്കരുത്. ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു എന്ന് വലതുകരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് അച്ഛന്മാർക്കെതിരെയുള്ള രണ്ടാമത്തെ ആരോപണം, കേൾവിക്കാർക്ക് ഇമ്പകരമായ പ്രസംഗങ്ങൾ നടത്തുന്നു, ദൈവവചനമോ ദൈവത്തിന്റെ നിയമമോ പഠിപ്പിക്കുന്നില്ല. ഇതാണ് ആരോപണം. വായിക്കാം, 2-ാം അധ്യായം 1 മുതൽ. പുരോഹിതന്മാരെ, ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും. നിങ്ങൾ മനസ്സ് വെക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും. നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും.
എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നിങ്ങളെ നിഷ്കാസനം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. മലാക്കി ഇത് പ്രവചിച്ച് അധിക നൂറ്റാണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് യഹൂദ പൗരോഹിത്യം പരിപൂർണമായി ഇല്ലാതായി, ബലിയർപ്പണങ്ങൾ ഇല്ലാതായി, ദേവാലയം തകർക്കപ്പെട്ടു. AD 70 എത്തുമ്പോഴേക്കും, ഈശോയുടെ കാലം എത്തുമ്പോ ദേവാലയം മുഴുവൻ തകർക്കപ്പെട്ട് ഇന്നൊരു കൽക്കുംഭാര മാത്രമായി യഹൂദന്റെ ദേവാലയവും ആരാധനാ രീതികൾ അവശേഷിച്ചു. പൗരോഹിത്യം ഇല്ല, ബലിയർപ്പണങ്ങളില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളെ ഞാൻ എന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും. ലിറ്ററലി നിറവേറി. വായിക്ക്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ലേവിയുമായുള്ള എന്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. അവനോടുള്ള എന്റെ ഉടമ്പടി ജീവന്റെയും സമാധാനത്തിന്റെയും ഉടമ്പടിയായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് അവന് ഞാൻ അവ നൽകി. അവൻ എന്നെ ഭയപ്പെടുകയും എന്റെ നാമത്തോടുള്ള ഭയഭക്തികളാൽ നിറയുകയും ചെയ്തു. അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു. അവന്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവർ എന്നോടുകൂടെ വ്യാപരിച്ചു. അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ എന്തിനാണ് ലേവിയെ കുറിച്ച് പറയുന്നത്? പുരോഹിതന്മാരുമായി മോശയിലൂടെ ദൈവം ഉണ്ടാക്കിയ ഉടമ്പടി, പുരോഹിതന്മാർക്ക് നൽകിയ കൽപ്പനകള് അനുസ്മരിപ്പിക്കുകയാണ്, റിമൈൻഡ് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, യഥാർത്ഥ പ്രബോധനം നിങ്ങൾ എന്റെ ജനത്തിന് കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെ ബലിയർപ്പണത്തെ കാഷ്വലായിട്ട് എടുക്കുകയില്ലായിരുന്നു. നിങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ ഈ ബലിയർപ്പണത്തെ നിസാരമെന്നും ബലിപീഠത്തെ നിസാരമെന്നും കരുതുകയില്ലായിരുന്നു. എന്താണ് പ്രധാനപ്പെട്ടത്? സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ എന്താണ് പ്രധാനപ്പെട്ടത്? 24 മണിക്കൂറിൽ പ്രധാനപ്പെട്ടത് ദൈവാരാധനയാണ്. അത് നിങ്ങൾ നിങ്ങളുടെ അനന്തര തലമുറയിൽ വരുന്ന സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കണം. എന്താണ്? 15 മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലിത്തീർത്തിട്ട് ഓടാനല്ല അച്ഛന്റെ ജോലി. 15 മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലിത്തീർത്തിട്ട് ഓടാനല്ല സിസ്റ്ററിന്റെ ജോലി. സിസ്റ്ററിന്റെ ജോലി ദൈവാരാധനയാണ്. ഇതായിരുന്നു ലേവിയുമായിട്ട് ഞാൻ ചെയ്ത ഉടമ്പടി. ലേവിയോട് ഞാൻ കൊടുത്ത പ്രമാണം ഇതായിരുന്നു, നിങ്ങൾ ആരാധകരാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? മക്കബാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചക്രത്തളികേറിന് സമയമായാലുടൻ ബലിപീഠ ശുശ്രൂഷകളിൽ താല്പര്യം നഷ്ടപ്പെട്ട പുരോഹിതന്മാർ ബലിപീഠ ശുശ്രൂഷയിലുള്ള ശുഷ്കാന്തി നശിച്ച് ചക്രത്തളികേറിന് സമയം പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. ഇതാണ് ഇപ്പോഴത്തെ പലയിടത്തെ അവസ്ഥ. അതായത് കർത്താവിന്റെ മുമ്പിലിരിക്കാൻ ആളുകളില്ല, ഈശോയെ ആരാധിക്കാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ബലിപീഠത്തിന് മുമ്പ് ഇരിക്കാൻ സമയമില്ല, ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ല, വചനം മുഴുവൻ വായിച്ചു തീർക്കാൻ സമയമില്ല, ബൈബിള് പഠിക്കാൻ സമയമില്ല. നമ്മൾ ഒരുപാട് ചക്രത്തളികയേറുകൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറയാണ്, ഇത് മലാഖിയിലൂടെ ദൈവം പറയും, ഇതെല്ലാം യഹൂദ മതത്തിൽ ഉണ്ടായിരുന്നു. അത് പറയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ജനത്തിനിടയിലേക്ക് ശാപമയക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥം അവസാനിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അച്ഛന്മാർക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം, സിസ്റ്റർമാർക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം, കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേണം. ഇനി കുടുംബനാഥന്മാര്, നിങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവാരാധനയുടെ വില പഠിപ്പിക്കണം. പള്ളിയിൽ നേരത്തെ പോകുന്നതിന്റെ വില പഠിപ്പിക്കണം. ദേവാലയത്തിൽ പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാതെ ആ യഥാർത്ഥ പ്രബോധനം കൊടുക്കാതിരുന്നാൽ നാളെ 15, 16, 17, 18 വയസ്സാകുമ്പോ അവർ പോവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? എനിക്ക് അപ്പസ്റ്റോലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. അപ്പസ്റ്റോലിക് സ്കൂള്, അതിനകത്ത് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പസ്റ്റോലിക് സ്കൂൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ എല്ലാം 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളാണ്, 10 വയസ്സ്. മലയാളം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. എത്ര പിള്ളേരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട്. ഞാനൊരു 4-5 പേരെ കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിച്ചു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾ, 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ഈശോയെ ഞങ്ങൾക്ക് വചനം പഠിക്കാൻ കൃപ തന്നതിന്, ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങൾക്കിപ്പോൾ ഈ ക്ലാസ് വരുന്നതിന് ഈശോയെ നന്ദി പറയുന്നത്, നന്നായിട്ട് പഠിക്കാൻ ഞങ്ങളെ അവര് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു 5-6 കുഞ്ഞുങ്ങൾ ഈ കൺക്ലൂഡിങ് പ്രേയർ നടത്തട്ടെ. എത്ര പേര്, ഒരു 10-25 പേര് ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാ അത്? നമ്മളാരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അച്ഛനും സിസ്റ്ററും ഒന്നും പഠിപ്പിച്ചൊന്നുമല്ല. പിന്നെ ആരാ? ഇത് അപ്പനും അമ്മയും പഠിപ്പിച്ചാണ്. യഥാർത്ഥ പ്രബോധനം, യഥാർത്ഥ ദൈവ വഴി ചെറിയ പ്രായത്തില് പഠിപ്പിച്ചു കൊടുത്തോണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആ വിഷയങ്ങളിൽ ഒരു താല്പര്യം വന്നു.
മനസ്സിലായി? ഇത് 25 വയസ്സുള്ളവന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവൻ പോവും. എനിക്ക് വയ്യാന്ന് പറഞ്ഞ് പോവും. പ്രാർത്ഥിക്കാൻ വയ്യ, ദൈവത്തെ ആരാധിക്കാൻ വയ്യ. അപ്പൊ എന്താ ഇവിടെ കാണുന്നത്? ഇത് പഠിപ്പിക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തകർച്ചയിലേക്ക് പോവും. പഠിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ജോൺ പോൾ മാർപ്പാപ്പയെ ആദരവോട് ഓർക്കുകയും അദ്ദേഹത്തിന്റെ പാദം മുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ 129 ബുധനാഴ്ചകളിൽ 129 ബുധനാഴ്ചകളിൽ അദ്ദേഹം പേപ്പൽ ഓഡിയൻസ്, ജനത്തെ കണ്ട് ജനത്തിന് സന്ദേശം കൊടുക്കുന്ന ബുധനാഴ്ചകളിൽ അദ്ദേഹത്തിന്റെ പേപ്പൽ ഓഡിയൻസിന് 129 ബുധനാഴ്ചകളിൽ വർഷങ്ങളെടുത്ത് അദ്ദേഹം ജനത്തിന് കൊടുത്ത പ്രബോധനമാണ് തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ് വലിയ ഒരു തടിയം പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? മാർപ്പാപ്പമാര് പഠിപ്പിച്ചു, മെത്രാന്മാര് പഠിപ്പിച്ചു, അച്ഛന്മാര് പഠിപ്പിച്ചു. ഇതാണ് സഭയുടെ രീതി. പഠിപ്പിക്കണം. എന്താ ചൊല്ലുന്നേ, എന്താ പ്രാർത്ഥിക്കുന്നേ, പഠിപ്പിക്കണം. എന്താ ആരാധിക്കുന്നത്, പഠിപ്പിക്കണം. അല്ലാതെ കേൾവിക്കാർക്ക് എമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കൊച്ചുങ്ങൾക്ക് അത് ഇഷ്ടമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നേ? ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയല്ലേ. ആദ്യം ഒന്നിനും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, അല്ലേ? ബൈബിൾ എടുത്ത് വായിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ആദ്യ കാലങ്ങളിൽ എല്ലാവർക്കും വല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? പറ. ഇല്ല. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയല്ലേ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അതിന് നമ്മൾ മാറുന്ന. ഇപ്പൊ നിങ്ങളൊരു 12,000 പേര് ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനെന്നറിയാം? നമ്മൾ ഈ പ്രബോധനം കൊടുക്കണം, പഠിപ്പിക്കണം, ജനത്തെ പഠിപ്പിക്കണം. അല്ലാതെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ ആരോപണം. കാറ്റഗിസം ടീച്ചേഴ്സ്, തൃശ്ശൂർ അതിരൂപത കാറ്റഗിസം ടീച്ചേഴ്സിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു. അതായത് അവരുടെ കാറ്റഗിസം ടീച്ചേഴ്സ് 5000 പേരുണ്ട്, 5000 കൂടുതലുണ്ട്. അതിലെ 4500ഓളം ടീച്ചേഴ്സ് വന്നു 3 ദിവസം, രാവിലെ മുതൽ രാത്രി വരെ. ദൈവമേ, എന്തോ ഒരു അഭിഷേകമായിരുന്നു, എന്തോ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. അവരിരുന്ന് അടങ്ങിയിരുന്ന് എന്താണ് യേശുക്രിസ്തുവിനോടുള്ള രക്ഷ, യേശു രക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത്, എന്താണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു വഴിയില്ലെന്ന് യേശു ഏകരക്ഷകൻ എന്നർത്ഥം. അവിടെ അടങ്ങിയിരുന്ന് പഠിച്ച് വലിയ അഭിഷേകത്തോടെ 4500 പേര് രൂപതകള് ടേക്കപ്പ് ചെയ്യണം. കാറ്റഗിസം ടീച്ചേഴ്സിനെ പഠിപ്പിക്കണം, സൺഡേ സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. യേശുവിനെ കുറിച്ച് പഠിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പഠിപ്പിക്കണം. യേശുവിനെ കുറിച്ച് പഠിപ്പിക്കണം. രക്ഷ എന്താണ് കുരിശിലെ ബലി കൊണ്ട് നമുക്ക് കിട്ടിയത്, എന്താണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്, പഠിപ്പിക്കണം. വായിക്കാം 6-ാമത്തെ വാക്യം. അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു. അവന്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ വ്യാപരിച്ചു. അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. എന്തെന്നാൽ അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവന്റെയും മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും. എഴുന്നേറ്റേ. അപ്പോ പുരോഹിതന്മാർ പെട്ടെന്ന് ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ മടുക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. പാട്ടൊന്നും പാടുന്നില്ല, നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ, ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ചേ. കേരളത്തിലുള്ള ഭാരതത്തിലുള്ള എല്ലാ പുരോഹിതന്മാർക്കും വേണ്ടി വലതുകരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പൗരോഹിത്യ അഭിഷേകത്താൽ ജ്വലിക്കുന്നതിന്, പൗരോഹിത്യം വലിയ പ്രബോധകരായിട്ട് മാറുന്നതിന്, സഭയിൽ മുഴുവൻ പ്രബോധനത്തിന്റെ വലിയ കാറ്റ് വീശുന്നതിന് വലതുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഇനി അടുത്തത് ജനത്തിന് നേരെയുള്ള ആരോപണം. ഇത്രയും നേരം സന്തോഷിച്ചിരിക്കുകയല്ല, അച്ഛന്മാർക്കെതിരെയുള്ള കുറ്റമായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. നമുക്കിനി ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ് വായിക്കാം. 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും
എല്ലാവരും വായിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത്, ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്. എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിന് പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു? യൂദ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. ജെറുസലേമിലും ഇസ്രായേലിലും മ്ലേച്ഛ പ്രവൃത്തികൾ നടന്നിരിക്കുന്നു. കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂദ അശുദ്ധമാക്കി അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ചയർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കട്ടെ. നിങ്ങളിത് ചെയ്യുന്നു. അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവായിരുന്നു സാക്ഷി എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ഒരുവൻ തന്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കുക. അതായത് 4-5 കാര്യങ്ങൾ. 1, മിശ്ര വിവാഹം, ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ആരോപണം. വിശദീകരിക്കാനൊന്നും നേരമില്ല, എഴുതി വെച്ചോ. 1, മിശ്ര വിവാഹം, അവിശ്വാസികളുമായിട്ടുള്ള വിവാഹബന്ധം, ജനത്തിനെതിരെയുള്ള ഒന്നാമത്തെ ദൈവത്തിന്റെ ആരോപണം. 2, ദാമ്പത്യ അവിശ്വസ്തത, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അവിശ്വസ്തത, ജീവിത പങ്കാളിയോട് കാണിക്കുന്ന അവിശ്വസ്തത, ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ രണ്ടാമത്തെ ആരോപണം. 3-ാമത്തേത് വിവാഹമോചനം. 4-ാമത്തേത് ഉത്തമരായ സന്താനങ്ങൾക്ക് ജന്മം നൽകാതെ ഗർഭഛിദ്രം നടത്തുന്നതും സന്താനലബ്ധിയെ തടയുന്നതും ബോധപൂർവം മക്കൾ ഉണ്ടാവാതിരിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിനെതിരെയുള്ള ജനത്തിന്റെ ആരോപണം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വെക്കുക. 5ഉം 6ഉം വേറെ കാര്യങ്ങളൂടെ ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ പോവാം. അപ്പൊ ഇത് കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1-ാമത്തേത് മിശ്ര വിവാഹം. ശ്രദ്ധിക്കണം, അതായത് ദൈവഭക്തി ഇല്ലാത്തവരുമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാത്തവരുമായിട്ടുള്ള വിവാഹബന്ധം മലാഖിയിലൂടെ ദൈവത്തിന്റെ അവസാനത്തെ അരുളപ്പാടാണ്. പഴയ നിയമത്തിലെ ദൈവം പറയുകയാണ്, അതിന് ദൈവം എതിരാണ്. അതിനെ ആരെല്ലാം ന്യായീകരിച്ചാലും ആരെല്ലാം സാധൂകരിച്ചാലും ദൈവവചനം ഈ അവിശ്വാസികളുമായിട്ടുള്ള വിവാഹത്തിന് എതിരാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് ദൈവം എതിരാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അത് ദൈവം അംഗീകരിക്കുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ എസ്രായുടെ നെഹെമ്യായുടെ എസ്രാ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ബൈബിള്. അതിനകത്ത് മിശ്ര വിവാഹത്തെക്കുറിച്ച് ദീർഘമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു വചനം മാത്രം പെട്ടെന്നൊന്ന് വായിക്കുക. 2 കോരിന്തോസ് 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചനം. 2 കോരിന്തോസ് 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചനം. അതുകൊണ്ട് വിവാഹ ബന്ധത്തിന് മക്കളെ ഒരുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ ഇത് പറഞ്ഞ് പരിശീലിപ്പിക്കണം. എന്താണ്? അവിശ്വാസികളുമായിട്ടുള്ള വിവാഹബന്ധം ദൈവം വെറുക്കുന്നു. അതിനകത്ത് ഒരു വെള്ളം ചേർക്കലിന് സാധ്യമല്ല. വായിക്കാൻ 2 കോരിന്തോസ് 6:14. നിങ്ങൾ അവിശ്വാസികളുമായി, ഉറക്കെ വായിക്കുക, നിങ്ങൾ അവിശ്വാസികളുമായി ഡു നോട്ട് യോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ. യോക്ക്, യോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നുകത്തിന്റെ കീഴിൽ 2 കാളയുണ്ട്. അപ്പോൾ അത് പാർട്ണർഷിപ്പാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാർട്ണർഷിപ്പ് പാടില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം, അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി, ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുന്നു, അവരുടെ ഇടയിൽ വ്യാപരിക്കുന്നു, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവരുടെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവരോട് മിണ്ടരുതെന്നല്ല, കല്യാണത്തിന് പോകരുതെന്നല്ല, അവരോട് സംസാരിക്കരുതെന്നല്ല, അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കരുതെന്നല്ല, ഇതൊന്നും അല്ല. മറിച്ച് ആഴമായ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ്. അപ്പൊ അത് അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാവുന്നതാണ് വിവാഹബന്ധം. അത് ദൈവം വിലക്കിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മലാഖിയിലൂടെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, 1-ാമത്തേത് മിശ്ര വിവാഹം, 2-ാമത്തേത് ദാമ്പത്യ അവിശ്വസ്തത. ഒരു വചനം വായിക്കുക. അതായത് 13-ാമത്തെ വാക്യം, നിങ്ങൾ ഇത് ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളെ, വായിച്ച 2:13, മലാഖി 2:13, നിങ്ങൾ ഇത് ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ
അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠ കണ്ണീര് കൊണ്ട് മൂടുന്നു. അതായത് ദൈവമേ, നീ എന്താണ് പ്രസാദിക്കാത്തത്, എന്താ ഒരു കാര്യത്തിലൊരു നീക്കുപോക്കില്ലാത്തത് എന്ന് പറഞ്ഞ് കണ്ണീര് കൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഈ സമർപ്പണം സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അതിന് ഉത്തരം പറയുകയാണ്, ഉടമ്പടി അനുസരിച്ച്. എന്തുടമ്പടി അത്? വിവാഹ ഉടമ്പടി. നിന്റെ ഭാര്യയും സഖിയും നിന്റെ ഭർത്താവും കൂട്ടുകാരനും ആയിരുന്നവനോട് നീ കാണിച്ച അവിശ്വസ്തത ആ ഉടമ്പടിക്ക് സാക്ഷിയായിരുന്നത് ആരായിരുന്നു? കർത്താവായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ കാര്യം ദാമ്പത്യ അവിശ്വസ്തത. മൂന്നാമത്തേത് അവിടെ നമ്മൾ വായിച്ചാണ്, നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോവാണ്. അപ്പൊ മൂന്നാമത്തേത്, ഉത്തമരായ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കാതെ പല കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ താമസിപ്പിച്ചത്. ജോലി കിട്ടിയിട്ട് മക്കൾക്ക് ജന്മം കൊടുക്കാം, അല്ലെ വിദേശത്ത് പോയിട്ട് മക്കൾക്ക് ജന്മം കൊടുക്കാം, അല്ലെ കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് മതി മക്കള്. ഇത്തരം കാര്യം ഇത് കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കളാണ് ഈ വിഷയത്തിൽ ഗൗരവതരമായ കുറ്റം ചെയ്യുന്നത്. അതായത് പേരൻസ് ആണ്. അതായത് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഉടനെ എന്താണ്, പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ച് വിട്ടുകയാണോ എന്ന് പറഞ്ഞിട്ട് ഈ ദ്രോഹം ചെയ്യുന്നത്, ആക്ഷേപിക്കുന്നതും പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ അനുഭവം കേട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ പേരൻസ് ആണ്. കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന അച്ഛന്മാര് ആശീർവദിച്ച് അനുഗ്രഹിച്ച് കല്യാണം കഴിയുമ്പോൾ അനുഗ്രഹിച്ച് വിടണം, പെട്ടെന്ന് മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു വിടണം. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പൊ കല്യാണം കഴിക്കുന്ന 30% ആളുകൾക്ക് കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. അന്നേരമാണ് ദൈവം മക്കളെ തരാൻ തയ്യാറാവുന്ന സമയത്ത് അത് വേണ്ടാന്ന് പറയുകയാണ്. അത് വേണ്ടാന്ന്, അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്. അതായത് ദൈവം മക്കളെ തരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചോണം. എനിക്ക് ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു മകള് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു കാര്യം പറയണം. ഒരു മകള് അവള് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി 3-4 മക്കളുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലിയൊന്നും ആയില്ല. അപ്പൊ അതോർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ഡാനിയലച്ചൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു. അതായത് നിങ്ങൾ മക്കളെ സ്വീകരിച്ചോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ വഴി തുറന്നിരിക്കും എന്ന് പറഞ്ഞ് അവള് എന്ത് ചെയ്തു? അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ദൈവമേ പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ്, എനിക്ക് ജോലിയില്ല. അവൾ എനിക്ക് എഴുതി അയച്ചൊരു സാക്ഷ്യം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവൾ എഴുതിയിരിക്കുകയാണ്, അച്ഛാ ഞാൻ അങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഗവൺമെന്റ് ഇവള് പഠിച്ച വിഷയത്തിൽ ഒരു തസ്തിക ലോക്കലായിട്ടൊന്നും ഇല്ല. ഗവൺമെന്റ് പുതിയൊരു നിയമം ഒരു ഓർഡർ ഇറക്കി, ഒരു തസ്തിക ഉണ്ടാക്കി, ഇവൾക്ക് ജോലി കിട്ടി. അവള് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു സാക്ഷി എനിക്ക് എഴുതി അയച്ചത് എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് എന്തായി പറയുന്നത്? നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം, അത് തടയരുത്. മക്കളെ, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ അവരെ തടയരുത്. അത് ഈ ദേശത്ത് നിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അല്ലാതെ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് അവള് ഗർഭിണിയാണ്, രണ്ടാമത് ഗർഭിണിയാണ്, പിന്നെയും ഗർഭിണിയായോ, വേറൊരു പണിയില്ലയോ എന്നൊന്ന് ചോദിച്ച് ആക്ഷേപിക്കരുത്. മനസ്സിലായി? ഇത് ഇടവകയില്, പള്ളിയില്, കൂട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കള്, ഇവരൊക്കെയാണ് ഈ നാശം ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഒത്തിരി പേര് തയ്യാറാണ്. പക്ഷേ എന്താണ് ഇത് വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. അവള് ഗർഭിണിയാണെന്ന് കണ്ടാൽ, നിറവേറായിട്ട് വന്നാൽ ഉടനെ ആക്ഷേപം. എനിക്ക് കേരളത്തിലെ ഒരു സുവിശേഷകൻ എൻ്റെ കാലെ കെട്ടിപ്പിടിഞ്ഞ് ഒരു രാത്രി കരഞ്ഞു. എൻ്റെ കാലിൽ എഴുന്നേക്കാൻ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേക്കാൻ, എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ സുവിശേഷ വല്ല നിർത്തുകയാണ്. എന്താ കാര്യം? അവന് 5 മക്കളുണ്ട്. ഇപ്പോൾ 6ാമത്തെ കുഞ്ഞിനെ അവള് ഗർഭിണിയായി, അവന്റെ ഭാര്യ. ഉടനെ എല്ലാവരും പള്ളി ചെന്ന ആക്ഷേപം, സ്കൂളിൽ ചെന്ന ആക്ഷേപം, വെളിയിൽ ഇറങ്ങിയ ആക്ഷേപം. അവള് നല്ല തുറവിയോടെ കുഞ്ഞിനെ സ്വീകരിച്ചാണ്. പക്ഷെ അവൾ കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്, ഈ കുഞ്ഞിനെ ഞാൻ കളയും, കാരണം എനിക്ക് നാണക്കെട്ട്, എനിക്ക് ജീവിക്കണ്ട. അവൻ പറയുകയാണ്, അച്ഛാ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ കൊണ്ട് അബോർട്ട് ചെയ്താൽ ഞാൻ ഈ സുവിശേഷം അവസാനിപ്പിക്കും. മനസ്സിലാകുന്നുണ്ട്? ആരെ? ഈ സമൂഹമാണ് ഇത് സമ്മതിക്കാത്തത്. ഭാര്യയും ഭർത്താവും റെഡിയാണ് കുഞ്ഞുങ്ങളെ, പക്ഷെ ഈ നാണം കെട്ട വർത്താനം പറഞ്ഞ് ആക്ഷേപിച്ച് മക്കളെ സ്വീകരിക്കുന്നവരെ നിരാശപ്പെടുത്തി അവർ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തടയും. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ അത് കാലതാമസം വരുത്തരുത്. കാനഡയിൽ പാൻ, അയർലൻഡിൽ പാൻ, എൻ്റെ പൊന്നു മക്കളെ, ഈ നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ല മക്കളെ നിങ്ങൾ തടയരുത്. പിന്നെ 35 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? അതായത് ആദ്യം കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ തീരുമാനം എടുത്തു, 5 കൊല്ലം കഴിഞ്ഞ് മതി മക്കള്. എന്തൊരബദ്ധമാണിത്! 5 കൊല്ലം കഴിഞ്ഞ് മക്കളൊന്നും ഉണ്ടാവുന്നില്ല, ഇങ്ങനെ വിഷമിച്ച് നടക്കാണ്. പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഉത്തമരായ സന്താനങ്ങൾക്ക് പിന്നെ അടുത്ത പറയാണ്, വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്നു. ഇത് ശ്രദ്ധിക്കണം, വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലായോ? ഇന്ന് സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രവണത എന്നാണ്, ഓരോ മാസവും സഭാ കോടതിയുടെ കണക്കെടുത്ത് നോക്ക്. അതായത് 3, 4, 5 പേര്, ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ അതായത് ഒരു മാസം 3, 4 ഡിവോഴ്സ്. എന്നോടൊരു വികാരിച്ചൻ പറയാണ്, കഴിഞ്ഞ മാസം ഇവിടെ കല്യാണം നടന്നു, 4 കല്യാണം നടന്നു. ആ 4 കല്യാണവും അത്ര സുഖമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരു നഗരത്തിലെ ഒരു വികാരിച്ചൻ പറഞ്ഞാണ്, 4 കല്യാണം നടന്നു വെച്ചാൽ 4 കല്യാണവും ഒരു മാസം. അപ്പൊ ഇതാണ് വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ജനം ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങൾ. ഇനി അടുത്തത്, അപ്പൊ ഇനി താഴോട്ട് വരാം. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അടുത്ത ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ അടുത്ത ആരോപണം. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത്? തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും കർത്താവിന്റെ മുമ്പിൽ നല്ലവനാണ്, അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവയുടെ, അതായത് തെറ്റ് അംഗീകരിക്കാതിരിക്കുക. ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ അടുത്ത ആരോപണം, തെറ്റ് അംഗീകരിക്കാതിരിക്കുക. തെറ്റ് ചെയ്തിട്ട് തെറ്റ് സമ്മതിക്കത്തില്ല. ആദത്തിന്റെ അടുത്ത് ദൈവം ചെന്ന് എന്താ ചോദിച്ചേ? ആദത്തിനോട് ദൈവം ചെന്നിട്ട് എന്താ ചോദിച്ചേ? ഹൗ ആർ യു എന്നാണ് ചോദിച്ചേ. എന്താ ദൈവം ചോദിച്ചേ? ആദത്തിനടുത്ത് എന്താ ചോദിച്ചേ? ആദത്തോട് എന്താണ്, നീ എന്താ കുളിക്കാത്ത? എന്താ ദൈവം ചോദിച്ചേ? പറ, ആദം നീ എവിടെ? അപ്പൊ ആദത്തിന്റെ മറുപടി, കർത്താവേ, ഞാൻ നീ വരുന്ന കണ്ട് പേടിച്ച് വിളിച്ചിരിക്കുകയാണ്. ഉടനെ ദൈവത്തിന്റെ ചോദ്യം എന്താ? പറ സിസ്റ്റർ, പറ, എന്താ ദൈവത്തിന്റെ ചോദ്യം? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? സിസ്റ്ററെ, കൊച്ചു സിസ്റ്ററെ, ഇപ്പൊ കേട്ടോണം. തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ എന്ന് ദൈവം ചോദിക്കുമ്പോ, സിസ്റ്റർ പറയണം കേട്ടോ, ചോദിക്കുമ്പോ ദൈവത്തിന് അറിയാമായിരുന്നോ ഇവനിത് തിന്നിട്ടാണ് നിൽക്കുന്നതെന്ന്? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ എന്തിനാണ് ഈ നാടകം? അതായത് ഇത് ഓൾറെഡി ദൈവത്തിന് ഇതൊക്കെ അറിയാം അല്ലെ? ഇത് അറിഞ്ഞിട്ടാണ് മാർച്ച് പാസ്റ്റ് നടത്തി ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഇത് അറിയാം. എന്താണ്? ഇവൻ ഈ തിന്നരുതെന്ന് പറഞ്ഞ മരത്തിന്റെ പഴം തിന്നിട്ടാണ് രണ്ടും കൂടെ പോയി പാത്തിരിക്കുന്നത്. ആദം ഒന്നും അറിയാത്ത പോലെ, ആദം നീ എവിടെ? ഒന്നും അറിയാത്ത പോലെ. പിന്നെ തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ? ഒന്നും അറിയാത്ത പോലെ. എനിക്കത് വായിക്കുമ്പോഴെല്ലാം ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അതായത് എന്തിനാണ് ദൈവമേ ഈ ഡ്രാമ? നിനക്ക് അറിഞ്ഞൂടെ ഇത്? നീ ഈ വരവ് തന്നെ എന്താണ്? അങ്കക്കലി കൊണ്ട് നീ വന്നത് തന്നെ ഇത് നിന്നെന്നറിഞ്ഞിട്ടാണ്. പിന്നെന്തിനാണ് ഈ ഡ്രാമ? അപ്പൊ അതിനൊരു ഉത്തരവുണ്ട്. ഉത്തരം ഇതാണ്. ദൈവം ആദത്തോട് പറയുകയാണ്, മക്കളെ, തിന്നെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നീ അത് സമ്മതിക്കണം. എങ്ങനെ സമ്മതിക്കണ്ടേ? ഇങ്ങനെ പറയണം. എങ്ങനെ? ദൈവമേ, തിന്നരുതെന്ന് നീ എന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം ഞാൻ തിന്നു. നീ ഇങ്ങനെ പറയണം. അവന് സാധനം ഇട്ട് ക്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നീ പറയണം. ദൈവമേ, നീ തിന്നരുതെന്ന് എന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം ഞാൻ തിന്നുപോയി കർത്താവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററി വേറൊന്നായേനെ. പക്ഷെ നമ്മുടെ വല്യപ്പനല്ലേ ഇത്? സമ്മതിക്കുവോ? അങ്ങനെ എന്നാ പറഞ്ഞേ? ആണ് നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. എന്റെ ചോദ്യം, ഇവിടെ ആരാണ് കുറ്റക്കാരൻ? ഇവിടെ ആരാണ്? ഈ ആദത്തിന്റെ ഡയലോഗ് അനുസരിച്ച് ആരാണ് കുറ്റക്കാരൻ? ഈ സ്ത്രീയാണോ? ഇതുപോലൊരു കുലംകുത്തിയെ നീ എനിക്ക് തന്നു, അവൾ എന്നെ നിർബന്ധിച്ചു, ഞാൻ തിന്നു. ഇവിടെ ഞാൻ ആരാണ്? ഞാൻ പരമനിരപരാധി, പരമപരിശുദ്ധൻ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവൻ, പച്ചപ്പരമാർത്ഥി. എല്ലാ കുറ്റവും ഈ പെണ്ണിനും ഈ പെണ്ണിനെ തന്ന ദൈവത്തിനും. ഇതാണ് മനുഷ്യന്റെ ബേസിക് നേച്ചർ. തെറ്റ് അംഗീകരിക്കില്ല. ആരെങ്കിലും കണ്ടുപിടിക്കും. എന്റെ ചായള് കള്ളു കുടിച്ചിട്ട് വന്ന്, അയ്യോ എന്റെ തന്തയ്ക്കും വലിയന്തയ്ക്കും വല്യപ്പനും വല്യപ്പൂപ്പനും എല്ലാം വിളിച്ച് എന്നെ മുതുകത്തിടിച്ചപ്പോ ഞാൻ അയാളുടെ തലയിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചു. കൂടുതൽ ഹിസ്റ്ററി ഒന്നും പറയണ്ട കേട്ടോ. ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ എസ് എഴുതാൻ. കൂടുതൽ ഹിസ്റ്ററി ഒന്നും പറയണ്ട. എന്റെ ഞാൻ ജീവിതം അങ്ങയുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ?
എൻ്റെ ചാവട നാക്ക് അച്ഛനാണെ പോലും കാലി മുടക്കി തൊഴിക്കും. അതുപോലാണ് എൻ്റെ അവൾ. അങ്ങനെ അതോ വൃത്തികെട്ട വർത്താനം തന്നെ പറയത്തുള്ള അങ്ങനെ അവള് ഒരു 5-6 ദിവസമായിട്ട് എനിക്ക് സമാധാനം തരാതെ എന്നെ തെറി വിളിച്ചപ്പോ ഞാൻ ചിരവെടുത്ത് തലക്കിട്ടൊരെണ്ണം കൊടുത്തച്ചു. അപ്പൊ ഇപ്പൊ നമ്മൾ നിരപരാധിയാണല്ലേ. ഈ ചിരവയിട്ട് തലക്കടിച്ച് അവളെ ആശുപത്രി മെഡിക്കൽ കോളേജിലാക്കിയ ഭർത്താവ് ഈ കേസിൽ നിരപരാധിയാണ്. എന്നാൽ ദൈവത്തിന്റെ കോടതി പറയുന്നു തെറ്റ് സമ്മതിക്കണം. മനസ്സിലായോ? ബൈബിളിലെ ഏറ്റവും റവല്യൂഷണറിയായ ഒരു എപ്പിസോഡാണ് ഒരു പരിസയൻ ഒരു ചുങ്കക്കാരന് പ്രാർത്ഥിക്കാൻ പോയി. പരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ വളരെ നല്ലവൻ, എന്നെ പോലെ നല്ലവനെ ഈ പഞ്ചായത്തിൽ നീ കണ്ടിട്ടില്ല, ഞാൻ പരമപരിശുദ്ധനാണെന്ന് എനിക്കറിയാലോ, നിന്റെ കണക്ക് ദിവസം എടുത്ത് നോക്കിയാൽ എൻ്റെ നന്മകൾ മാത്രമേ കാണത്തുള്ളൂ, എല്ലാവരും പറയുന്നത് ഞാനൊരു വിശുദ്ധനാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പുരാണം എല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പറഞ്ഞ, കർത്താവേ നിനക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ഹല്ലേലൂയ പറയുന്നു, ഞാൻ പ്രൈസ് ലോർഡൊക്കെ പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കൂടിയ ധ്യാനത്തിന്റെ കണക്കും ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനകേന്ദ്രത്തിന്റെ ഹിസ്റ്ററിയും എല്ലാം പറഞ്ഞ് ഒരു വലിയ പ്രഭാഷണം നടത്തി അഭിമാനത്തോടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അന്നേരമാണ് ഒരു പാവപ്പെട്ടവൻ പുറകെ നിന്നിട്ട് മാത്രമല്ല തിരിഞ്ഞു നിന്നിട്ട് ഇവനെ കണ്ടിട്ട് പറഞ്ഞ്, ഈ പന്നനെ കൂട്ട അല്ല എന്നും പറഞ്ഞു, ഞാൻ ഇവനെ പോലെ അല്ല, ഞാനൊരു നല്ലവനാണ് എന്ന് പറഞ്ഞു. അതാകുമ്പോ അങ്ങേര് പാവം ചുങ്കക്കാരൻ പുറകെ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ പാപിയായ എന്നോട് കരുണയാവണേന്ന്. സുവിശേഷത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു വാചകം യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഈ ചുങ്കക്കാരൻ ഈ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ വന്നത് സ്വയം നീതീകരിക്കുന്നവനെ വിളിക്കാനല്ല. ശ്രദ്ധിക്കണം, ന്യായീകരണമല്ല നമുക്ക് വേണ്ടത്, നീതീകരണമാണ് വേണ്ടത്. ഞാൻ എന്താ പറഞ്ഞേ? ന്യായീകരണമല്ല നമുക്ക് വേണ്ടത്, ക്രിസ്തുവിലൂടെ വന്ന നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്, അത് നമുക്ക് കിട്ടണമെങ്കിൽ ഒറ്റ പാപത്തെയും ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒറ്റ പാപത്തെയും ന്യായീകരിക്കരുത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തു, അയ്യോ അവളെന്നെ പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ വീണുപോയി. ഒന്നുമല്ല, ഞാൻ വീണുപോയി, എൻ്റെ ശരീരത്തിൽ ഈ ആസക്തി കൊണ്ട് കർത്താവേ ഞാൻ വീണുപോയി. അപ്പൊ അല്ലാതെ ഞാൻ ദൈവം ഞാൻ കാണുക 10 പവന്റെ സ്വർണം ഞാൻ കാണുക കൊണ്ടുവന്ന് വേണേ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചപ്പോ ഞാൻ അറിയാതെ പോയ കൂട്ടത്തിൽ അതെടുത്ത് അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ കട്ടെടുത്ത് കർത്താവേ 10 പവൻ സ്വർണം ഞാൻ കട്ടെടുത്തു. സ്വന്തം തെറ്റ് അംഗീകരിക്കാത്ത ഒരാളോടും ദൈവത്തിന് പ്രസാദമില്ല. സ്വയം നീതീകരിക്കുന്ന ഒരുവനോടും ദൈവത്തിന് പ്രസാദമില്ല. അപ്പൊ അതാണ് ജനത്തിന് നേരെയുള്ള മലാഖിയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ അടുത്ത ആരോപണം. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ആരോപണം തന്നെ നമ്മൾ അതിന്റെ വേറൊരു ഭാഗം വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 13 മുതൽ, വേഗം തീർക്കണം, 3-ാം അധ്യായത്തിന്റെ 13 മുതൽ കർത്താവ് അരുളി ചെയ്യുന്നു. മടുത്തല്ലേ നിർത്താം എന്നാ വായിക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങക്കെതിരായി എങ്ങനെ സംസാരിച്ചുവെന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിന്റെ മുമ്പ് വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാരെന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ, അതായത് ഈ തെറ്റംഗീകരിക്കാതിരുന്നു എന്ന് മാത്രമല്ല, ഈ വ്യർത്ഥവാക്കുകൾ കൊണ്ട് ദൈവത്തെ പ്രകോപിപ്പിച്ചു. ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ അടുത്ത ആരോപണം എന്ന് പറഞ്ഞാൽ വ്യർത്ഥവാക്കുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ പറയാണ്, പ്രാർത്ഥിച്ചോണ്ടൊക്കെ എന്ത് കാര്യം, ദൈവത്തെ വിളിച്ചോണ്ട് ഇങ്ങനെ നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി, നീ പള്ളി കർത്താവിന്റെ പുറകെ നടന്നിട്ട്, നീ ഈ ജ്ഞാനഗുരുക്കന്മാരെ പുറകെ നടന്നിട്ട് നിനക്ക് എന്നാ കിട്ടി, നീ ജ്ഞാനകേന്ദ്രങ്ങൾ മുഴുവൻ തണ്ടി നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി. ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ, ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് ലഭിച്ചു, ദൈവത്തെ സേവിച്ചിട്ട് എന്ത് ലഭിച്ചു എന്ന വ്യർത്ഥവാക്കുകൾ, ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ അടുത്ത ആരോപണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ ആരോപണം, ദൈവത്തെ കൊള്ളയടിക്കുന്ന ജനം. അത് ദശാംശത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. പുതിയ നിയമ സഭയിൽ ദശാംശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൽപ്പനയില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. പുതിയ നിയമസഭയിൽ ദശാംശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൽപ്പന ഇല്ല. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പന എന്താണ്? മനസ്സോടെ നിനക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുക്കണമെന്നുള്ളതാണ് പുതിയ നിയമത്തിൽ. അല്ലാതെ 10
10% കൊടുക്കുക എന്ന് പറയുന്ന കൽപ്പന പുതിയ നിയമ കൽപ്പന അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 10 കൊടുത്തില്ല, 9 കൊടുത്തുള്ളൂ, 8 കൊടുത്തുള്ളൂ, അയ്യോ അതിന്റെ പേര് എൻ്റെ തലമുറയ്ക്ക് ദോഷം, അങ്ങനൊന്നുമില്ല. എന്നാ കൊടുക്കണം. കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കൂ, കൊടുക്കാത്തവനെ ദൈവം അനുഗ്രഹിക്കില്ല. അങ്ങനെയുണ്ട്, അത് ബൈബിളിലുണ്ട്. ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തും. എല്ലാ തിന്മകൾക്കും എതിരെയുള്ള വലിയ ആയുധമാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. നമുക്ക് കഴിവിന്റെ പരമാവധി സഹായിക്കണം, കൊടുക്കണം, അല്ലേ? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. അത് 10-20 കണക്കൊന്നുമില്ല. അതായത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി കൊടുക്കണം. ആരൊക്കെ കൊടുക്കണം? ശ്രദ്ധിക്കുക, ആരൊക്കെ കൊടുക്കണം? അച്ഛൻ കൊടുക്കണം, സിസ്റ്റർ കൊടുക്കണം, അൽമായം കൊടുക്കണം, ഇടവക കൊടുക്കണം, കന്യാസ്ത്രീ മഠം കൊടുക്കണം, കോൺഗ്രിഗേഷൻ കൊടുക്കണം, സന്യാസ ഭവനങ്ങൾ കൊടുക്കണം, രൂപതകൾ കൊടുക്കണം, ധ്യാനകേന്ദ്രങ്ങൾ കൊടുക്കണം. എല്ലാവരും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അതുകൊണ്ട് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം നിലവിളിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. ഒരു ക്രിസ്തീയ ദൈവഭക്തന്റെ നിയമം ഇതാണ്: കിട്ടുന്നതിൽ നല്ല ശതമാനം മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കണം എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനും നിങ്ങളും ഒരുപോലെ ബാധ്യസ്ഥരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ല? അല്ലാതെ ആലഗുരുവിന് വേറെ നിയമം, സിസ്റ്ററിന് വേറെ നിയമം എന്നല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. എല്ലാ സമൂഹങ്ങളും രൂപതകൾ ചെയ്യണം, സന്യാസ ഭവനങ്ങൾ ചെയ്യണം, കോൺഗ്രിഗേഷൻസ് ചെയ്യണം, ധ്യാനകേന്ദ്രങ്ങൾ ചെയ്യണം, പ്രസ്ഥാനങ്ങൾ ചെയ്യണം, മിനിസ്ട്രികൾ ചെയ്യണം, കുടുംബങ്ങൾ ചെയ്യണം, വ്യക്തികൾ ചെയ്യണം. അതുകൊണ്ട് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ ഭക്തരുടെ ജീവിതത്തിൽ അത് കെട്ടിക്കിടക്കരുത്. മരിക്കുമ്പോൾ എല്ലാം കൂട്ടി വെച്ചിട്ട് മരിക്കരുത് ആരും. കൊടുത്തോണ്ടിരിക്കണം, കൊടുത്തോണ്ടിരിക്കണം. കൊടുക്കുന്നതനുസരിച്ച് ദൈവം കൊടുത്തോണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ കൊള്ളയടിക്കരുത്. ദൈവം തന്നതിൻ്റെ നല്ല ശതമാനം ദൈവത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ വിഷമിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം തന്നതിൻ്റെ നല്ല ശതമാനം ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കട്ടെ, പക്ഷെ അതെല്ലാം ഈ ജനത്തെ അർഹിക്കുന്നവരെ, വിഷമിക്കുന്നവരെ സഹായിക്കണം. അത് ദൈവം ഒത്തിരി പ്രസാദിക്കുന്നൊരു സ്വഭാവമാണ്. പറയാമോ ഹല്ലേലൂയ? ഇത്രയും കാര്യങ്ങളാണ് അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് മലാഖിയിലൂടെ ജനത്തിനെതിരെയുള്ള അടുത്ത ആരോപണം. അങ്ങനെ 3 അധ്യായങ്ങൾ കഴിഞ്ഞു. 4-ാം അധ്യായവും 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം അവശേഷിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറയുന്നു, അത് ഒത്തിരി ദീർഘമായിട്ട് പറയാനൊന്നുമില്ല. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ, അല്ലെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയും, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയും, 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 4-ാം അധ്യായത്തിന്റെ അതായത് അവസാന വാക്യം വരെയും പറയുന്ന വിഷയം ഇതാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണ്ടേ? പെട്ടെന്ന് റിവൈൻഡ് ചെയ്തോ. 1, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ബലിപീഠത്തെ നിസ്സാരമെന്ന് കരുതരുത്. മലിനമായതിനെ ബലിയർപ്പിക്കരുത്. ദൈവനാമത്തെ നിന്ദിക്കരുത്. പുരോഹിതന്മാര് ചെലവില്ലാത്ത, വിലയില്ലാത്ത കെട്ട ബലികൾ അർപ്പിക്കരുത്. ജനത്തിന് ദൈവത്തിന്റെ പ്രബോധനം കൊടുക്കണം, നിയമം പഠിപ്പിക്കണം, വചനം പഠിപ്പിക്കണം, സഭാ പ്രബോധനങ്ങൾ പഠിപ്പിക്കണം, വിശ്വാസം പഠിപ്പിക്കണം. ജനം ദാമ്പത്യ വിശ്വസ്തത പുലർത്തണം. ഉത്തമരായ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കണം. മക്കളെ തടയരുത്, ദാമ്പത്യ അവിശ്വസ്തത കാണിക്കരുത്, വിവാഹമോചനം നടത്തരുത്, വ്യർത്ഥവാക്കുകൾ സംസാരിക്കരുത്, പാപത്തെ ന്യായീകരിക്കരുത്, ദൈവത്തെ കൊള്ളയടിക്കരുത്, ദൈവം തന്ന സമ്പത്ത് അർഹിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിൽ ഒരു സെപ്പറേഷൻ ദൈവം ഉണ്ടാക്കും. ഇതാണ് മലാഖി പ്രവചനം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതായത് there is a future separation between the righteous and the wicked. നീതിമാനും തിന്മ പ്രവർത്തിക്കുന്നവനും തമ്മിൽ ദൈവം ഒരു വേർതിരിവുണ്ടാക്കും. ആ വേർതിരിവിനെ കുറിച്ച് നമ്മൾ വായിച്ചു തുടങ്ങുന്നത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ. പെട്ടെന്ന് വായിക്കുക. ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. തനിക്ക് ഭയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. ഉറക്കെ വായിക്കുന്നുണ്ടോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും
അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിന്റെയും ബലി പഴയകാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും. ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കുമെതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും. അതായത് ദൈവം പറയുകയാണ്, നീതിനിഷ്ഠമായൊരു വിധി നടപ്പിലാക്കാൻ ദൈവം വേഗം വരും. ഇനി അടുത്തത് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അതിന് മുമ്പ് വായിക്കേണ്ടത് 3-ാം അധ്യായത്തിന്റെ 16 മുതൽ. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി, അതായത് ഒരു സെപ്പറേഷൻ ഉണ്ടാവും. തിന്മ പ്രവർത്തിക്കുന്നവനും നന്മ പ്രവർത്തിക്കുന്ന തമ്മിൽ ദൈവം കൃത്യമായ ഒരു നെല്ലും പതിരും ദൈവം വേർതിരിക്കുന്ന ഒരു ദിവസം വരും. ഇതാണ് പറയുന്നത്. 4-ാം അധ്യായം 1 മുതൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം, അതായത് ദുഷ്ടന്മാർ ഇല്ലാതാവും, സംഹരിക്കപ്പെടും, ബേൺ ചെയ്യപ്പെടും, ദഹിപ്പിക്കപ്പെടും. ഇതാണ് കർത്താവിന്റെ ദിനം. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റിന്റെ ദിവസമാണ്, വിധിയുടെ ദിവസമാണ്. അപ്പോൾ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ തിരുസഭ വിശ്വാസ സമൂഹം ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം വിധിയാളനായി വരും. അടുത്തത്, എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. എന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അങ്ങനെ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഉദിച്ച നീതി സൂര്യന്റെ പേരാണ് യേശു ക്രിസ്തു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഉദിച്ച നീതി സൂര്യനാണ് യേശു ക്രിസ്തു. അതായത് ഒരാൾ തയ്യാറാണ് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ, പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അവർക്ക് രക്ഷ കാണിച്ചു കൊടുക്കാൻ ഉദിച്ച നീതി സൂര്യനാണ് യേശു ക്രിസ്തു. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽക്കീഴിൽ ചാരം പോലെ ആയിരിക്കും. എൻ്റെ ദാസനായ മോശയുടെ വളരെ ശ്രദ്ധിക്കണം, എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും. അപ്പൊ പറയണം, ഒന്ന് അനുസ്മരിക്കണം. റിമെമ്പർ, ആ വാക്ക് ഓർത്തിരിക്കണം. അനുസ്മരിക്കണം. ആരെ അനുസ്മരിക്കണം? മോശയെ ഓർക്കണം. അവസാനം തീരുമ്പോൾ പറഞ്ഞു അവസാനിപ്പിക്കുന്നതാണ്. മോശയെ നിങ്ങൾ ഓർക്കണം. അടുത്തത്, കർത്താവിന്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് തിരിക്കും. അപ്പോ ഏലിയായെ ഞാൻ അയക്കും. അപ്പൊ ഏലിയായെ തിരിച്ചറിയണം. മോശയെ ഓർക്കണം, ഏലിയായെ തിരിച്ചറിയണം. റിമെമ്പർ മോസസ്, റെക്കഗ്നൈസ് എലൈജ. മോശയെ ഓർക്കണം, ഏലിയായെ തിരിച്ചറിയണം. ഇത് 2 കാര്യങ്ങളാണ് ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്. അതായത് ദൈവത്തിന്റെ ദിനം ആഗതമാകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, വചനത്തെ ഓർക്കണം, വചനത്തെ മുറുകെ പിടിക്കണം. അതാണ് മോശയെ ഓർക്കണം എന്ന് പറയുന്നത്. ദൈവം തന്ന വചനത്തെ മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ ദിനം ആസന്നമാകും മുമ്പ് ഈ അന്ത്യകാലങ്ങളിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കണം. മോശയെ ഓർക്കണം, ഏലിയായെ തിരിച്ചറിയണം, പ്രവാചക വചനങ്ങളെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടങ്ങളിലുള്ള ഇടപെടലുകൾ ശ്രദ്ധിക്കണം. ഇതാണ് ഏലിയ വരുന്നത് നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ ശ്രദ്ധിക്കണം, ദൈവസ്വരം കേൾക്കണം. 1, എഴുതപ്പെട്ട വചനത്തെ ശ്രദ്ധിക്കണം. 2, തിരുസഭയിലൂടെ നൽകപ്പെടുന്ന കാലികമായ ദൈവിക പ്രേരണകളെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ. 1, വചനത്തോട് ചേർന്ന് നിൽക്കണം. 2, സഭയോട് ചേർന്ന് നിൽക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അത് ദൈവജനത്തോട് പറയുകയാണ്, ഒന്ന് വചനത്തോട് ചേർന്ന് നിൽക്കണം, രണ്ട് സഭയോട്, പരിശുദ്ധ കുർബാനയോട്, ബലിപീഠത്തോട്, പ്രവചനത്തോട്, ദൈവത്തിന്റെ അരുളപ്പാടുകളോട്, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നാണ്. ദൈവത്തിന്റെ ഭീതിജനകവും ഭയാനകവുമായ ആ ദിനം ആസന്നമാവും മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ വചനത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും സഭയിലേക്കും തിരിയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിധിയുടെ ദിവസം ദൈവം ആരംഭിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഭവനത്തിൽ ആയിരിക്കും. ഒടുവില് ദൈവത്തിന്റെ വിധിയുടെ ദിവസം, വിധിയുടെ ദിനം ആരംഭിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് ദൈവഭവനത്തിലായിരിക്കും. അത് ആരംഭിക്കുന്നത് എവിടായിരിക്കും? ദൈവമക്കളുടെ ഇടയിലായിരിക്കും അത് ആദ്യം ആരംഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഏലിയ വരും. അങ്ങനെ ഏലിയായുടെ ചൈതന്യത്തോടും തീക്ഷ്ണതയോടും കൂടി വന്ന ആളുടെ പേരായിരുന്നു സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാൻ ആഹ്വാനം ചെയ്തത് നിങ്ങൾ യേശുവിലേക്ക് തിരിയുവൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ അവസാനിപ്പിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ലോകത്ത് മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പര്യാപ്തമല്ല. മനുഷ്യന്റെ സൽപ്രവൃത്തികളെ ദൈവവചനം വിളിക്കുന്നത് മലിന വസ്ത്രമെന്നും നികൃഷ്ടമെന്നുമാണ് മനുഷ്യന്റെ എല്ലാ സൽപ്രവൃത്തികളെയും ദൈവവചനം വിളിക്കുന്നത്. ഒരു മനുഷ്യന് അവന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, സ്വാഭാവിക ശക്തി കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൽ എത്തിച്ചേരണമെങ്കിൽ ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾ സുവിശേഷം കേട്ടവരാണെങ്കിലും കേൾക്കാത്തവരാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും, നിങ്ങളോടൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഈ രാത്രിയിൽ ഞാനൊരു സത്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു. രക്ഷ പ്രാപിക്കണമെങ്കിൽ ലോകത്തൊരൊറ്റ വഴിയേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അവനാണ് വഴിയും സത്യവും ജീവനും. അവനിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോവുകയില്ല എന്നുള്ളതാണ് യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന്റെ ആധാരവാക്യങ്ങളിലൊന്ന്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച് അവൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് കർത്താവിന്റെ രക്ഷയുടെ ഭാഗമാകുമ്പോൾ നിത്യജീവന്റെ അവകാശികളായി മാറും എന്നതാണ് സുവിശേഷം. മലാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചത് അതാണ്. ഏലിയ വന്ന് ഇത് നിങ്ങളെ അറിയിക്കും, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ ഏറ്റുപറയുക, യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ ആരാധിക്കുക. അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ, ദൈവമായ, രക്ഷകനായ മിശിഹായാണ്. അവനെ ആരാധിക്കുന്നവരും അവനെ വിശ്വസിക്കുന്നവരും തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി വരുന്ന പശുക്കുട്ടി എന്ന പോലെ സന്തോഷിക്കും. ആ നീതി സൂര്യന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്.